ഗണപതയേ നമഃ. ഓം ശക്തി പരാശക്തി. ഓം നമഃ ശിവായ. ഓം നമോ നാരായണായ. ഓം നമോ ഭഗവതേ വാസുദേവായ. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. ഓം നമഃ ശിവായ. ശിവനേ ശിവശങ്കരായ. നമസ്തേ നാരായണായ. സമസ്ത ദുരിതവും തീർക്കണേ നമോസ്തുതേ. ഓം നമോ നമഃ ശിവായ. ഓം നമഃ ശിവായ. ഹര ഹര മഹാദേവ. ശംഭോ മഹാദേവ. ഇന്ന് നമുക്ക് വായിക്കാനുള്ളത് ഭാഗം 61, 62 ഈ രണ്ട് ഭാഗങ്ങളും ഞാൻ ഇന്ന് വായിക്കുന്നതാണ്. അതോടുകൂടി നമ്മുടെ ശിവപുരാണം ഇന്ന് അവസാനിക്കുന്നതാണ്. അപ്പോൾ വളരെയധികം സന്തോഷമുണ്ട് എനിക്ക് ശിവപുരാണം വായിക്കാൻ സാധിച്ചതിൽ. ഇത് വായിച്ച് നിങ്ങളോട് എനിക്കിത് പറഞ്ഞു തരാൻ കഴിഞ്ഞതിൽ വളരെയധികം ഭാഗ്യം. അതിന് വളരെയധികം നന്ദി ഞാൻ ഭഗവാനോട് പറയുകയാണ് ഈ ഒരു അവസരത്തിൽ. അപ്പോൾ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഉത്കൃഷ്ടമായിട്ടുള്ള കാര്യങ്ങളിൽ ഒന്നാണ് ഇങ്ങനെയുള്ള പുരാണങ്ങളൊക്കെ നമ്മൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക എന്നുള്ളത്. പണ്ട് കാലങ്ങളിലൊക്കെ ഇങ്ങനെയുള്ള പുരാണങ്ങൾ, ശിവപുരാണങ്ങളായാലും അതുപോലെ ഗരുഡ പുരാണമായാലും ദേവി മഹാത്മ്യം ആയാലും നാരായണീയം ആയാലും ഭഗവത്ഗീത, ഭാഗവതം, ഇതൊക്കെ ആയാൽ തന്നെ എല്ലാ പുസ്തകങ്ങളും പണ്ട് കാലങ്ങളിൽ വായിച്ച് പറഞ്ഞു കൊടുത്തിരുന്നു, വേദങ്ങൾ പഠിപ്പിച്ചിരുന്നു. അങ്ങനെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു കേരളത്തിൽ. അപ്പം ആ ഒരു കാലഘട്ടത്തിൽ നിന്നൊക്കെ നമ്മൾ ഒരുപാട് മാറി. അപ്പോഴാണ് നമ്മുടെ ചുറ്റുപാടിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായത്. അതുപോലെ തന്നെ ശിവപുരാണം എന്ന് പറയുന്നത് സത്യപുരാണമാണ്. അതുകൊണ്ട് തന്നെ ശിവപുരാണം വായിക്കുമ്പോൾ നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ ഉള്ളിലുള്ള സത്യങ്ങൾ പുറത്തു വരും. നമ്മൾ എന്തൊക്കെയാണോ നമ്മൾ അനുഭവിച്ചിട്ടുള്ളത്, ആ അനുഭവങ്ങളെല്ലാം തന്നെ നമ്മൾ സത്യമായിട്ട് വിളിച്ചു പറയും. അത് നമുക്ക് ആ സമയത്ത് അങ്ങനെ പറയണമെന്ന് തോന്നി നമ്മൾ പറയുന്ന കാര്യം തന്നെയാണ്. അപ്പം അതുകൊണ്ടാണ് പല സമയങ്ങളിൽ വന്നപ്പോഴും ഞാൻ പല സത്യമായിട്ടുള്ള കാര്യങ്ങൾ എൻ്റെ കണ്ണിൽ കണ്ടതും കേട്ടതും അറിഞ്ഞതും അനുഭവിച്ചതും ആയിട്ടുള്ള കാര്യങ്ങൾ, മനസ്സിലാക്കിയ കാര്യങ്ങളൊക്കെ ഞാൻ സത്യമൊക്കെ നിങ്ങളോട് പറഞ്ഞ കാര്യം അതാണ്. പക്ഷെ പിന്നീട് ഞാൻ ഇത് വീണ്ടും എടുത്ത് കേൾക്കുമ്പോഴാണ് ഇങ്ങനെ എല്ലാ കാര്യങ്ങളും ഞാൻ തുറന്നു പറഞ്ഞു, സത്യമായിട്ട് പറഞ്ഞു എന്നുള്ള കാര്യം എനിക്ക് മനസ്സിലാവുന്നത്. കാരണം ഭഗവാൻ ശിവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്യമാണ്. അതുകൊണ്ട് തന്നെ ഏതൊക്കെ സത്യങ്ങളുണ്ടോ ആ സത്യങ്ങളെല്ലാം, അത് നല്ല സത്യങ്ങളായിക്കോട്ടെ അല്ലാതെയുള്ള സത്യങ്ങളായിക്കോട്ടെ, ഏതായാലും അത് തുറന്നു കാട്ടുന്നതാണ്, തുറന്നു പറയുന്നതായിരിക്കും. അപ്പം ഈ ശിവപുരാണത്തിന് സത്യപുരാണം എന്നൊരു വേറൊരു ഇതും കൂടി ഉണ്ട്, നാമവും കൂടി ഉണ്ട്. അതുകൊണ്ട് തന്നെ ശിവപുരാണം അത്രയും മഹത്തായിട്ടുള്ള ഒരു ഗ്രന്ഥമാണ്. അത് എല്ലാവരും വീടുകളിൽ ഉണ്ടാവുക എന്നുള്ളത് വളരെ ഐശ്വര്യപ്രദമാണ്. എല്ലാവരും വായിക്കുക എന്നുള്ളതും വളരെ ഐശ്വര്യപ്രദമാണ്. അടുത്തത് നമുക്ക് ഭഗവാന്റെ ഹര ഹര മഹാദേവ ഭാഗം 61 ശിവപുരാണത്തിലെ രുദ്രാക്ഷ മഹാത്മ്യമാണ്. അത് ഞാൻ വായിക്കാം കേട്ടോ. പുരാണ പ്രസിദ്ധമായ കാശ്മീരി ദേശത്ത് ഭദ്രസേനൻ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന ഒരു രാജാവ് ഉണ്ടായിരുന്നു. സുധർമാവായിരുന്നു അദ്ദേഹത്തിന്റെ പുത്രൻ. അദ്ദേഹം ഉറച്ച ശിവഭക്തനായിരുന്നു. മന്ത്രിയുടെ പുത്രനായ താരകൻ സുധർമാവിന്റെ ഉറ്റമിത്രവും സഹചാരിയുമായിരുന്നു. കുട്ടിക്കാലം മുതൽ അവർ ഒരുമിച്ചാണ് വളർന്നതും പഠിച്ചതും. വേദങ്ങളും ശാസ്ത്രങ്ങളും അവർ ഹൃദ്യസ്ഥമാക്കി. നിത്യവും പ്രഭാതമാകുന്നതിന് മുമ്പ് നിദ്ര വിട്ടെണീറ്റ് സ്നാനകർമ്മം കഴിഞ്ഞ് ഭസ്മം ധരിച്ച് ശരീരത്തിൽ രുദ്രാക്ഷം ധരിക്കുക പതിവായിരുന്നു. അതിനുശേഷം ശിവക്ഷേത്രത്തിന്റെ തിരുസന്നിധിയിൽ ചെന്ന് ഭക്തിയോടെ ഇരിക്കും. ഭക്തിയോടെ ശിവസ്തോത്രവും മന്ത്രവും ജപിച്ച ശേഷം ശ്രീ ശങ്കരനെ നമസ്കരിക്കും. പരമശിവന്റെ മനോഹര രൂപം മനോക്ഷേത്രത്തിൽ കുടിയിരുത്തി ധ്യാനിക്കും. ഭവനത്തിൽ ചെന്ന് ഒരു നേരം ആഹാരം കഴിച്ചതിന് ശേഷം വീണ്ടും ക്ഷേത്രസന്നിധിയിൽ ചെന്നിരുന്ന് ശിവപുരാണം വായിക്കുകയും
ഭഗവാന്റെ അത്ഭുത ലീലകളെ കുറിച്ച് സത്സംഗത്തിൽ ഏർപ്പെടുകയും ചെയ്തു പോന്നു. അപ്പൊ ഇത് തന്നെയാണ് ഞാനിപ്പോ പറഞ്ഞ കാര്യം. പണ്ട് കാലങ്ങളിലെ വർഷങ്ങൾക്ക് മുമ്പേ, എത്രയോ യുഗാന്തരങ്ങൾക്ക് മുമ്പേ നടന്ന സംഭവമാണല്ലേ ഇത്. അപ്പോൾ അങ്ങനെ ഈ കുട്ടി എന്താണ് ചെയ്യുന്നത്? ശിവക്ഷേത്രത്തിൽ പോയിരുന്നിട്ട് ശിവപുരാണം പാരായണം ചെയ്യുകയും അത് എല്ലാവർക്കും പറഞ്ഞു കൊടുക്കുകയും ചെയ്യുമായിരുന്നു. ഇങ്ങനെ ഭക്തി നിർഭരമായ ധന്യ ജീവിതമാണ് അവർ നയിച്ചു പോന്നിരുന്നത്. അങ്ങനെ സന്തോഷകരമായ ജീവിതം നയിച്ചു പോരവേ ഒരു ദിവസം വേദവ്യാസന്റെ പിതാവായ പരാശര മുനി കൊട്ടാരത്തിൽ സാന്നിധ്യം കൊണ്ടു. മഹാത്മാവായ മഹാമുനിയുടെ മഹനീയ സാന്നിധ്യം അറിഞ്ഞ ഭദ്രസേനൻ ഭയഭക്തി ബഹുമാനങ്ങളോടെ തപസനെ സൽക്കരിച്ച് ബഹുമാനിച്ച് അദ്ദേഹത്തിന്റെ പാദകമലങ്ങളിൽ വീണ് നമസ്കരിച്ചുകൊണ്ട് പറഞ്ഞു, അല്ലയോ മഹാത്മാവേ, അങ്ങേക്ക് നമസ്കാരം. എന്റെ പുത്രനായ സുധർമാവിന്റെ കാര്യങ്ങൾ അങ്ങ് അറിയുന്നില്ലേ? രാജ്യധർമ്മങ്ങളെല്ലാം മറന്ന് മന്ത്രിയുടെ പുത്രനായ താരകനുമൊത്ത് ശിവഭക്തിയിൽ മുഴങ്ങിയിരിക്കുകയാണ്. എന്ത് കാര്യത്തിന് വിളിച്ചാലും അവൻ വരുന്നില്ല. സദാസമയവും രുദ്രാക്ഷവും ഭസ്മവും ധരിച്ച് ധ്യാനനിരതനായി ഇരിക്കുകയാണ്. ഇത്ര ചെറുപ്പത്തിലെ ഇങ്ങനെ ഭക്തിയിൽ മുഴുകിയിരുന്നാൽ അവന്റെ ഭാവി ജീവിതം എന്താകും? അപ്പോ ഇതൊരു രാജാവിന്റെ പുത്രനാണല്ലേ. സുധർമാവ് എന്ന് പറയുന്ന ഒരു രാജാവിന്റെ പുത്രൻ. അപ്പൊ ഈ രാജാവിന്റെ പുത്രനായിട്ടുള്ള സുധർമാവ് എന്ത് ചെയ്യാണ്? മന്ത്രിപുത്രനും ആയിട്ട് ഇങ്ങനെ 24 മണിക്കൂറും ശിവഭഗവാന്റെ നാമങ്ങൾ ജപിക്കുകയും ശിവഭഗവാന്റെ കാര്യങ്ങൾ കീർത്തിക്കുകയും ഒക്കെ ചെയ്ത് അങ്ങനെ ശിവഭക്തിയിൽ മുഴുകി നടക്കുകയാണ്. അതുപോലെ തന്നെ രുദ്രാക്ഷമൊക്കെ ധരിച്ച് ഭസ്മമൊക്കെ ധരിച്ചിട്ട് എപ്പോഴും ധ്യാനനിരതനായിട്ടൊക്കെ ഇരിക്കുകയാണ്. അപ്പൊ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ എങ്ങനെയാണ് രാജ്യഭരണങ്ങളൊക്കെ ഏറ്റെടുക്കുക എന്നുള്ളൊരു സംശയമാണ് ഇവിടെ രാജാവ് ചോദിക്കുന്നത്. ഭാവി ജീവിതം എന്താകും? യുവത്വത്തിന്റെ പ്രസരിപ്പോടെ അലങ്കാരങ്ങളിൽ സുഖഭോഗങ്ങളും രമിച്ചു കഴിയേണ്ടവർ സദാ നേരവും സദാശിവന്റെ സന്നിധിയിൽ തപസികളായി കഴിയാൻ എന്താണ് കാരണം? മഹാമുനെ, അങ്ങ് ത്രികാലജ്ഞാനിയും സർവജ്ഞനുമാണല്ലോ. ദയവായി അങ്ങ് ഇതിനൊരു പരിഹാരം നിർദ്ദേശിച്ചു തരണം. ഭദ്രസേനന്റെ പുത്രനെ കുറിച്ചുള്ള ആകാംക്ഷ അടിസ്ഥാനരഹിതമാണെന്നറിഞ്ഞ മുനീശ്വരൻ പറഞ്ഞു, അല്ലയോ സ്നേഹിതനായ ഭദ്രസേന, കുട്ടികളുടെ സ്വഭാവം ധന്യമായ സത്യത്തിലേക്കുള്ള ലക്ഷണമാണ്. അവർക്ക് ഭഗവാൻ ശ്രീ ശങ്കരനോടുള്ള ഭക്തി വർദ്ധിക്കാനുള്ള കാരണം ഞാൻ പറയാം. അപ്പോ ഈ മുനീശ്വരൻ പറയുകയാണ്, എന്തുകൊണ്ടാണ് ഈ കുട്ടി അപ്പം അച്ഛൻ പറയുകയാണ്, ഈ കുട്ടികൾ ഈ ചെറുപ്പത്തില് വളരെയധികം സന്തോഷിച്ച് പലതരത്തിലുള്ള സുഖഭോഗങ്ങളൊക്കെ അനുഭവിച്ച് നല്ല രീതിയിൽ ജീവിച്ചു പോവേണ്ടതാണ്. പക്ഷെ ഈ ചെറുപ്പത്തിൽ തന്നെ ഇങ്ങനെ ഭക്തിയിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിക്കുകയാണ്. അപ്പോ ഈ മുനീശ്വരൻ പറയുകയാണ്, അതിനുള്ള കാര്യം പറയുകയാണ്. ഈ കുട്ടികൾ എന്തുകൊണ്ടാണ് ഇത്ര ചെറുപ്പത്തിലെ ശിവഭക്തിയിലേക്ക് വരാനുള്ള കാരണം എന്നുള്ള ആ ഒരു സത്യം മുനീശ്വരൻ ആ രാജാവിനോട് പറയുകയാണ്. പണ്ട് നന്ദിക ഗ്രാമത്തിൽ ദേവദാസിയായ ഒരു അഭിസാരികയുണ്ടായിരുന്നു. മഹാനന്ദ എന്ന പേരിൽ പ്രസിദ്ധയായിരുന്നു അവൾ. അവളുടെ അഭൗമ സൗന്ദര്യം മറ്റ് വേശ്യകളെ പിന്നിലാക്കിയിരുന്നു. സൗന്ദര്യത്തിന്റെ ആകത്തുകയാണെന്നാണ് അവളെ കണ്ടാൽ ആർക്കും തോന്നിപ്പോകുമായിരുന്നു. അവളുടെ വശ്യമധുരമായ മന്ദമായ മന്ദഹാസവും കടക്കണ്ണുകൊണ്ടുള്ള നോട്ടവും ആരെയും മതിപ്പിച്ചിരുന്നു. ധാരാളം കാമുകന്മാർ അവളുടെ മാദക സൗന്ദര്യം നുകരുന്നതിന് വേണ്ടി ലോഭം കൂടാതെ ധനം ചിലവഴിച്ചിരുന്നു. അങ്ങനെ അവൾക്ക് വിപുലമായ ധനശേഖരമുണ്ടായി. അവളുടെ ഭവനം ആരെയും കൊതിപ്പിക്കുന്ന വിധത്തിൽ വളരെ ആകർഷകമായി സജ്ജീകരിച്ചിരുന്നു. മഹാനന്ദയുടെ രത്നപ്രപഞ്ചം അത്ഭുതജനകമായിരുന്നു. അവൾക്ക് വന്നു ചേർന്ന മഹാഭാഗ്യം മഹാലക്ഷ്മിക്ക് പോലും ഉണ്ടായിരുന്നില്ല. എന്നാൽ ധനം കുന്നുപോലെ കൂടിയിട്ടും ഭഗവാൻ ശ്രീ പരമേശ്വരനിലുള്ള അവളുടെ സീമാതീതമായ ഭക്തി വർദ്ധിച്ചുകൊണ്ടിരുന്നു. ഏത് സന്ദർഭത്തിലായാലും ശ്രീ ശംഭുവിന്റെ കഥ കേൾക്കാനിടയായാൽ അതിന്റെ അമൃതധാരയിൽ ലയിച്ച് നിശ്ചലമായി അവൾ നിൽക്കുമായിരുന്നു. ഭക്തവത്സലനും കാരുണ്യ ധാമവുമായ ഭഗവാൻ പാർവതീകാന്തനെ ധ്യാനിക്കുകയും അദ്ദേഹത്തിന്റെ ആനന്ദ നിർഭരമായ കഥകളുടെ അർത്ഥം മനസ്സിലാക്കുകയും ശിവഭക്തരായ ബ്രാഹ്മണരെ ആദരിക്കുകയും ചെയ്തു പോന്നു. അപ്പോ അവിടെ പറയുന്നത് എന്താന്ന് വെച്ചാല്, കഥ പറയാണ്. പണ്ട് നന്ദിക ഗ്രാമത്തില് ഒരു അഭിസാരിക ഉണ്ടായിരുന്നു. ഈ അഭിസാരികയ്ക്ക് വളരെയധികം സ്വത്തുക്കളൊക്കെ ഉണ്ടായിരുന്നു. ഒരുപാട് രത്നങ്ങളും അതുപോലെ വലിയ വലിയ മാളികകളും ഒക്കെ സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നു. മഹാലക്ഷ്മിക്ക് പോലും ഇല്ലാത്തതിന്റെ അത്രയും, അല്ലെങ്കിൽ മഹാലക്ഷ്മിക്ക് ഉള്ളതുപോലെ തന്നെ അത്രയും ഐശ്വര്യങ്ങള് ആർക്കുണ്ടായിരുന്നു? ഈ അഭിസാരികയ്ക്ക് ഉണ്ടായിരുന്നു.
പക്ഷെ ഈ അഭിസാരികയ്ക്ക് ഒരു ഗുണം ഉണ്ടായിരുന്നു. എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഈ സ്ത്രീ എപ്പോഴും പരമശിവനെ തന്നെ പ്രാർത്ഥിക്കുമായിരുന്നു. എപ്പോഴും പരമശിവനെ പ്രാർത്ഥിക്കുമായിരുന്നു. എവിടെ പരമശിവന്റെ കഥകൾ കേട്ടാലും അവിടെ പോയിരുന്ന് അതെല്ലാം ശ്രവിക്കുമായിരുന്നു. അങ്ങനെ അതിൽ മുഴുകിയിരിക്കുമായിരുന്നു. അപ്പൊ ആ ഒരു ഭക്തിയും കൂടിയായിരുന്നു ഈ അഭിസാരിക. അണിഞ്ഞൊരുങ്ങി ആരിലും കൊതിയുറപ്പിക്കും വിധം മധുരമന്ദഹാസം, മനോഹരങ്ങളായ അതരപുടങ്ങൾക്ക് മേമ്പൊടി ചേർത്തുകൊണ്ട് മാസ്മരിക ലഹരിയുടെ മന്മഥ ചെപ്പ് തുറന്ന് മദനോത്സവം ആടാൻ യുവാക്കന്മാരായ കാമുക ഹൃദയങ്ങളെ മാടി വിളിക്കാൻ എന്നോണം പൂമുഖത്തിരിക്കുക മഹാനന്ദയുടെ ഒരു സ്വഭാവമായിരുന്നു. വിനോദത്തിനായി ഒരു ശാരിക പൈതലിനെയും കുരങ്ങിനെയും കോഴിയെയും വളർത്തിയിരുന്നു. ഒറ്റയ്ക്കിരിക്കുമ്പോൾ അവർ ആ പെൺതത്തയോട് പലവിധ തമാശകളും പറയുമായിരുന്നു. കുരങ്ങിന്റെയും കോഴിയുടെയും കഴുത്തിൽ അവൾ രുദ്രാക്ഷമാല കെട്ടിയിരുന്നു. ആ ജീവികളെ കളിപ്പിക്കുന്നതിനോടൊപ്പം കൈകൊണ്ട് താളം പിടിക്കുകയും ചെയ്യുമായിരുന്നു. കോഴിയും വാനരനും തമ്മിൽ കളിക്കുന്നത് കാണാൻ അവൾക്ക് കൗതുകമായിരുന്നു. പകൽ സമയങ്ങളിൽ തോഴിമാരോടൊത്ത് കൂടിയാട്ടവും നടത്തിയിരുന്നു. അങ്ങനെയിരിക്കെ മഹാനന്ദയുടെ കൊട്ടാരത്തിൽ ഒരു ശിവഭക്തൻ വന്നു ചേർന്നു. അയാൾ സദാനേരവും ഭഗവാന്റെ തിരുനാമം ജപിച്ചുകൊണ്ടിരുന്നു. ശരീരമാകെ രുദ്രാക്ഷം ധരിച്ചിരുന്ന മഹാനന്ദ അദ്ദേഹത്തെ ഭക്തി പുരസ്സരം ക്ഷണിച്ച് രത്നപീഠത്തിലിരുത്തി. അദ്ദേഹത്തിന് വിശറി കൊണ്ട് വീശിക്കൊടുക്കുകയും ശിരസിൽ പനിനീർ തളിക്കുകയും അങ്ങനെ അദ്ദേഹത്തെ കഴിവിനൊത്ത് സന്തോഷിപ്പിക്കുകയും ചെയ്തു. അദ്ദേഹത്തെ പരിചരിക്കുന്നതിനിടയിൽ വലതുകൈയിൽ ഒരു വള കിടക്കുന്നത് അവൾ കണ്ടു. അതിന്റെ ആകൃതിയും ഭംഗിയും കണ്ട മഹാനന്ദയ്ക്ക് അതിനോട് വല്ലാത്ത മോഹം തോന്നി. പ്രകാശമേറിയ രത്നങ്ങളും വൈരങ്ങളും പത്മരാഗവും പതിപ്പിച്ചിരുന്നതിനാൽ സൂര്യപ്രഭയ്ക്ക് തുല്യം അത് ജ്വലിച്ചിരുന്നു. അത് സ്വന്തമാക്കാനുള്ള അധികരിച്ച മോഹം അവളുടെ മനസ്സിനെ അസ്വസ്ഥമാക്കി. അവൾ അദ്ദേഹത്തോട് പറഞ്ഞു, പ്രഭോ, അങ്ങയുടെ കയ്യിൽ കിടക്കുന്ന ഈ വള വളരെ വിലപിടിച്ചതാണ്. വാസ്തവത്തിൽ ഇതൊരു സുന്ദരിയായ സ്ത്രീയുടെ കയ്യിലണിഞ്ഞാൽ വളരെ ഭംഗിയായിരിക്കും. ഈ അമൂല്യമായ വള അണിയുന്നതിലൂടെ അവൾക്കുള്ള സൗന്ദര്യം 100 ഇരട്ടിയായി വർദ്ധിക്കും. അവളുടെ മനോദർപ്പണത്തിൽ ജ്വലിച്ചു നിൽക്കുന്ന ആഗ്രഹത്തെക്കുറിച്ച് അറിഞ്ഞ ശിവഭക്തനായ വൈശ്യൻ ഒരു ചെറു മന്ദഹാസം അതരങ്ങളിൽ പ്രകാശിപ്പിച്ചുകൊണ്ട് പറഞ്ഞു. അപ്പോൾ ഈ പറയുന്ന മഹാനന്ദയുടെ കൊട്ടാരത്തിലേക്ക് ഒരു യോഗി വര്യൻ, ഒരു ശിവഭക്തൻ വന്നു ചേരുകയാണ്. അപ്പൊ ഈ ശിവഭക്തനെ പരിചരിക്കുന്നതിന് ഇടയിൽ ഈ ശിവഭക്തന്റെ കയ്യിലൊരു വള കിടക്കുന്നത് കാണുകയാണ്. അങ്ങനെ മഹാനന്ദ എന്ത് ചെയ്യുകയാണ്, ഈ വളയെ കുറിച്ച് ചോദിക്കുകയാണ്. ഇത് മനോഹരമായിട്ടുള്ള വളയാണല്ലോ, ഇത് എൻ്റെ കയ്യിൽ അണിയുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ഭംഗിയായിരിക്കും, സ്ത്രീകളുടെ കയ്യിൽ അണിയുകയാണെങ്കിൽ കുറച്ചുകൂടെ ഭംഗിയായിരിക്കും എന്നുള്ള രീതിയിൽ ഇങ്ങനെ പറയുകയാണ്. അപ്പൊ ഇത് കേട്ടുടനെ ആ യോഗി വര്യൻ പറയുകയാണ്, ഹേ സുന്ദരി രത്നമേ, നിനക്ക് ഈ വളയിൽ മോഹം ഉദിച്ചിരിക്കുന്നതായി ഞാൻ മനസ്സിലാക്കുന്നു. ഇതിന് 14 ലക്ഷം വരാഹമാണ് വില നിശ്ചയിച്ചിരിക്കുന്നത്. ആ തുക നൽകാൻ നീ പ്രാപ്തിയാണെങ്കിൽ ഞാൻ ഇപ്പോൾ തന്നെ നിനക്കിത് നൽകാൻ തയ്യാറാണ്. അപ്പോ ഈ യോഗി വര്യൻ പറയുകയാണ്, ഇതിന് 14 ലക്ഷം വരാഹമാണ് വില നിശ്ചയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഈ വില നീ നൽകാൻ തയ്യാറാണെന്നുണ്ടെങ്കിൽ നിനക്ക് ഞാൻ ഈ വള സമ്മാനമായിട്ട് നൽകുന്നതാണെന്ന് ഈ യോഗി വര്യൻ പറയുകയാണ്. ശിവഭക്തന്റെ സന്ദർഭോചിതമായ പ്രസ്താവന കേട്ട ആ ഗണിക ആരെയും വശീകരിക്കുന്നതും കാമോദീപനം ഉണ്ടാക്കുന്നതുമായ സ്വതസിദ്ധമായ ചിരിയോടും കൊഞ്ചലോടും കൂടി പറഞ്ഞു, ഞാൻ ഇതുവരെ ഒരു സാധനവും വില കൊടുത്ത് വാങ്ങിയിട്ടില്ല. ഞാൻ അറിയപ്പെടുന്ന ഒരു അഭിസാരികയാണ്. എന്റെ കയ്യിൽ ഇപ്പോൾ ധാരാളം ധനമുണ്ടെങ്കിലും കുറച്ചു കാലം കൂടി കഴിയുമ്പോൾ പുരുഷന്മാർ എന്നെ ഉപേക്ഷിക്കും. ഒടുവിൽ ഞാൻ ദരിദ്രയാകും. അന്യന്റെ മുതൽ അനുഭവിച്ച് സുഖിക്കുന്ന വേശ്യകളായ സ്ത്രീകൾ അവസാന കാലത്ത് ഇരക്കുകയാണ് പതിവ്. കയ്യിലുള്ള ദ്രവ്യം ദാനം ചെയ്യുന്നവന് അന്ത്യനിമിഷം വരെയും സുഖം ലഭിക്കും. അതിനാൽ എന്റെ അപേക്ഷ അങ്ങ് നിരസിക്കരുത്. 3 രാപ്പകൽ അങ്ങയുടെ പത്നീപദം അലങ്കരിക്കാം. അങ്ങ് ആഗ്രഹിക്കുന്നത് പോലെ സുഖിപ്പിക്കുകയും ചെയ്യാം. സമ്മതമാണെങ്കിൽ ഈ കരാറിൽ മാത്രം ആ വള എനിക്ക് തരിക. അവളുടെ മധുരമൊഴിയും കൊഞ്ചലുമൊക്കെ കണ്ടറിഞ്ഞ ശിവഭക്തൻ പറഞ്ഞു, നീ പറയുന്നത് സത്യമാണെന്ന് ഞാൻ വിശ്വസിക്കണമെങ്കിൽ എന്റെ നെഞ്ചിൽ കൈവച്ച് നീ പറയണം, ഞാൻ ആദിത്യ ഭഗവാനെയും 14 ലോകത്തിലും നാഥനായ ഭഗവാൻ ശ്രീ പരമേശ്വരനെയും സാക്ഷി നിർത്തുന്നു എന്ന്. അപ്പോ ഈ അഭിസാരിക പറയുകയാണ്, എനിക്ക് എല്ലാവരും ഇങ്ങോട്ടാണ് ധനം തരുന്നത്. കുറെ കാലം കഴിയുമ്പോൾ എന്നെ അവരെല്ലാം ഉപേക്ഷിക്കും. ആ സമയത്ത് ഇങ്ങനെയുള്ള സ്ത്രീകൾ, ഇങ്ങനെ അഭിസാരികയായിട്ടുള്ള സ്ത്രീകൾ എന്താണ്, വയസ്സാകുന്ന സമയത്ത് ഇരക്കുകയാണ്. ധനമൊന്നുമില്ലാതെ ഇരക്കേണ്ട ഒരു അവസ്ഥയാണ് അവർക്ക് ഉണ്ടാവുന്നത്.
അങ്ങനെ ഒരു അവസ്ഥ എനിക്ക് ഉണ്ടാവുന്നതായിരിക്കാം, അതുകൊണ്ട് എനിക്കിത് അങ്ങ് തരണം എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അപ്പോൾ ഈ യോഗിവര്യൻ പറയുകയാണ്, ഈ ശിവഭക്തനായിട്ടുള്ള യോഗിവര്യൻ പറയുകയാണ്, നീ ഈ പറയുന്നത് സത്യമാണെന്നുണ്ടെങ്കിൽ ഈ ലോകത്തുള്ള എല്ലാ ഈ പരമേശ്വരനെ, ഈ ലോകത്തിന്റെ എല്ലാം നാഥനായിട്ടുള്ള പരമേശ്വരനെ കൊണ്ട് നീ സാക്ഷി നിർത്തി നീ എനിക്ക് ഒരു സത്യം ചെയ്തു തരണമെന്ന് പറയുകയാണ്. മഹാനന്ദ അദ്ദേഹത്തിന്റെ അഭിപ്രായം അനുസരിച്ച് നെഞ്ചിൽ കൈവച്ചുകൊണ്ട് സത്യപ്രതിജ്ഞ ചെയ്തു. ഉടൻ തന്നെ അദ്ദേഹം കയ്യിൽ നിന്നും വള ഊരി അവൾക്ക് സമ്മാനിച്ചു. അപ്പം എന്ത് സത്യമാണ് ചെയ്യാൻ പറയുന്നത്? ഈ അഭിസാരികയായിട്ടുള്ള സ്ത്രീ 3 ദിവസം 3 പകലും രാത്രിയും ഇദ്ദേഹത്തോടൊപ്പം ശയിക്കാമെന്നുള്ള ഒരു വാഗ്ദാനം കൊടുക്കുകയാണ്. അപ്പൊ ഇത് തീർച്ചയായിട്ടും നടത്തുമെന്നുള്ള ആ ഒരു സത്യമാണ് ചെയ്യാൻ പറയുന്നത്. അങ്ങനെ ഈ അഭിസാരിക ആ ഒരു സത്യം പരമശിവനെ കൊണ്ട് ആ ഒരു സത്യം ഇടുകയാണ്. അങ്ങനെ ഈ യോഗിവര്യൻ എന്ത് ചെയ്യുകയാണ്, ഈ ശിവഭക്തൻ എന്ത് ചെയ്യുകയാണ്, ആ അഭിസാരികയ്ക്ക് ഈ വള ഊരി നൽകുകയാണ്. ഉടൻ തന്നെ അദ്ദേഹം കയ്യിൽ നിന്നും വള ഊരി അവൾക്ക് സമ്മാനിച്ചു. അത് സ്നേഹപൂർവ്വം സ്വീകരിച്ച അവൾ ഉടൻ തന്നെ അവളുടെ കയ്യിൽ അണിയുകയും ചെയ്തു. അത് കണ്ട് അദ്ദേഹം പറഞ്ഞു, ഹേ സുന്ദരി തിലകമേ, എന്റെ ശരീരത്തിൽ ഒരു രത്നലിംഗം അണിഞ്ഞിട്ടുണ്ട്. അതെനിക്ക് ജീവന് തുല്യം വിലപ്പെട്ടതാണ്. ഇത് നമ്മൾ തമ്മിൽ സംഗമിക്കുന്ന സമയത്ത് ധരിക്കാൻ പാടില്ല. ഈ സമയം ഇത് ധരിച്ചാൽ തൽക്ഷണം ഇതിന്റെ ശക്തി നശിക്കുന്നതാണ്. മാത്രമല്ല ആലിംഗനാദികൾക്ക് അത് തടസ്സവുമാകും. അതുകൊണ്ട് നീ ഇതിനെ ഭദ്രമായി ഒരിടത്ത് സൂക്ഷിച്ചു വെക്കണം. ഞാൻ പോകാൻ നേരത്ത് ഇത് വാങ്ങിക്കൊള്ളാം. ഇപ്രകാരം പറഞ്ഞിട്ട് അദ്ദേഹം ആ രത്നലിംഗം അഴിച്ച് അവളെ ഏൽപ്പിച്ചു. അവൾ അത് വാങ്ങി മണിത്തൂണിന് മുകളിൽ സൂക്ഷിച്ചു വെച്ചിട്ട് അദ്ദേഹത്തോടൊപ്പം മണിയറയിലേക്ക് പ്രവേശിച്ചു. അന്ന് രാത്രി അവൾ മദനോത്സവം കൊണ്ടാടി. അർദ്ധരാത്രി ആയതോടെ അതിഭയങ്കരമായ കൊടുങ്കാറ്റുണ്ടായി. ഭൂമിയെ പ്രകമ്പനം കൊള്ളിക്കും വിധത്തിലുള്ള ശക്തമായ കാറ്റിൽ ഹുങ്കാര ശബ്ദം വൃക്ഷങ്ങളെ പിടിച്ചുലച്ചു. തുടർന്ന് തീപിടുത്തവും ഉണ്ടായി. കൂത്തമ്പലത്തിന് തീപിടിച്ച അഗ്നിജ്വാല എല്ലായിടത്തും പടർന്നു പിടിച്ചു. ബഹളം കേട്ട് മഹാനന്ദയും വൈശ്യനും പുറത്തു ചാടി. എല്ലായിടത്തും അഗ്നി ആളിപ്പടർന്നതാണ് അവർ കണ്ടത്. രത്നചകിതമായ തൂണുകൾ ഒന്നൊന്നായി പൊട്ടിത്തെറിച്ചു. ഭവനങ്ങളെല്ലാം എരിഞ്ഞ് വെണ്ണീറായി. സ്വർണം ഉരുകി ഒലിക്കുന്നതും മരപ്പാവ കത്തി എരിയുന്നതും വ്യസനത്തോടെ അവൾ നോക്കി നിന്നു. ഓടിച്ചെന്നവൾ കുരങ്ങിനെയും കോഴിയെയും പിടിച്ചു മാറ്റി. കുരങ്ങ് ഭയത്തോടെ എടുത്തു ചാടി. കോഴി പറന്നകന്നു. തന്റെ രത്നലിംഗം അഗ്നിതാപമേറ്റ് പൊട്ടിത്തെറിക്കുന്നത് കണ്ട വൈശ്യൻ പറഞ്ഞു, എന്റെ മരണകാലം അടുത്തിരിക്കുന്നു. ഹേ സുന്ദരി, ആ രത്നലിംഗം എനിക്ക് നഷ്ടമായിരിക്കുന്നു. ഇക്കാരണത്താൽ എന്റെ ജീവിതവും അവസാനിക്കാറായിരിക്കുന്നു. അതിനാൽ കത്തി എറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ അഗ്നിയിൽ ചാടി ഞാൻ ആത്മഹത്യ ചെയ്യുന്നു. ഇപ്രകാരം മഹാനന്ദിയോട് പ്രസ്താവിച്ച ശേഷം വൈശ്യൻ അഗ്നിയിൽ ചാടി സ്വയം മരണം സ്വീകരിച്ചു. ഇതിന് സാക്ഷിയായി നിന്ന മഹാനന്ദ ബന്ധുക്കളോടായി പറഞ്ഞു. അപ്പൊ ഈ മഹാനന്ദയും ഈ യോഗിവര്യനും കൂടി ഇങ്ങനെ മണിയറയിലേക്ക് പോവുകയാണ്. ആ സമയത്ത് എന്തുണ്ടാവുകയാണ്? പെട്ടെന്ന് തന്നെ തീപിടുത്തം ഉണ്ടാവുകയാണ്. അങ്ങനെ തീപിടുത്തം ഉണ്ടായിട്ട് ആ ഒരു നിമിഷം കൊണ്ട് തന്നെ ആ കൊട്ടാരം എല്ലാം കത്തി അമരുകയാണ്. അങ്ങനെ സ്വർണങ്ങളും ദ്രവ്യങ്ങളും എല്ലാം തന്നെ കത്തി അമരുകയാണ്, എല്ലാം നശിക്കുകയാണ്. അങ്ങനെ ഈ യോഗിവര്യൻ അവിടെ വെച്ചിരുന്ന ആ രത്നലിംഗവും അതോടൊപ്പം കത്തി അമരുകയാണ്. അപ്പൊ ഈ യോഗിവര്യൻ പറയുകയാണ്, എന്റെ ശക്തിയെല്ലാം ആ രത്നലിംഗത്തിലാണ്. അത് കത്തി അമർന്നത് കൊണ്ട് തന്നെ എന്റെ ജീവൻ ഉടനെ തന്നെ നഷ്ടപ്പെടുന്നതായിരിക്കും, എനിക്ക് മരണം സംഭവിക്കുന്നതായിരിക്കും എന്ന് പറയുകയാണ്. അതുകൊണ്ട് ഞാൻ ഈ അഗ്നിയിൽ ചാടി എന്റെ ശരീരത്തെ ഹോമിക്കുകയാണെന്ന് പറഞ്ഞിട്ട് ഈ യോഗിവര്യൻ എന്ത് ചെയ്യുകയാണ്? ഈ അഗ്നിയിൽ ചാടി തന്റെ ശരീരത്തെ ഹോമിക്കുകയാണ്. അങ്ങനെ മരണം കൈവരിക്കുകയാണ്, അങ്ങനെ ആത്മഹത്യ ചെയ്യുകയാണ്. ഇപ്രകാരം മഹാനന്ദിയോട് പ്രസ്താവിച്ച ശേഷം വൈശ്യൻ അഗ്നിയിൽ ചാടി സ്വയം മരണം സ്വീകരിച്ചു. ഇതിന് സാക്ഷിയായി നിന്ന മഹാനന്ദ ബന്ധുക്കളോടായി പറഞ്ഞു. അപ്പൊ ഇതിന് സാക്ഷിയായിട്ട് നിൽക്കുന്ന മഹാനന്ദ ബന്ധുക്കളോട് പറയുകയാണ്, എനിക്ക് മരണത്തെ പുൽകാതിരിക്കാൻ നിർവാഹമില്ല. ഒരർത്ഥത്തിൽ അദ്ദേഹം എന്റെ പ്രാണേശ്വരനായിരുന്നു. 3 ദിവസം ഞാൻ അദ്ദേഹത്തിന്റെ പത്നീപദം അലങ്കരിച്ചു കൊള്ളാമെന്ന് വാക്കു കൊടുത്തതാണ്. നിർഭാഗ്യവശാൽ അതിനു മുമ്പ് അദ്ദേഹം മരണത്തെ സ്വയം സ്വീകരിച്ചിരിക്കുന്നു. ഭർത്താവ് മരണപ്പെട്ട സ്ഥിതിയിൽ ഞാൻ ജീവിച്ചിരിക്കുന്നത് അധർമ്മമാണ്. ശ്രേഷ്ഠ വംശജനായ ഭർത്താവ് മരിച്ചാൽ കുലസ്ത്രീകൾ ജീവിച്ചിരിക്കാൻ പാടുള്ളതല്ല. ഭർത്താവിന്റെ വേർപാടിനു ശേഷം ധർമ്മപത്നി ജീവിച്ചിരിക്കുന്നത് പാപമാണെന്ന് മാത്രമല്ല, ലോകധർമ്മത്തിന് ദോഷവുമാണ്. ഞാൻ പരസ്ത്രീയാണെങ്കിലും ഒരിക്കലും സത്യം ലംഘിക്കാൻ പാടില്ല. എന്റെ ശിരോലിഖിതം ഇങ്ങനെയൊക്കെ സംഭവിക്കണമെന്നായിരിക്കാം. പാവനമായ സത്യവ്രതം ഞാൻ കാരണം ലംഘിച്ചാൽ ഭൂമി മാതാവായ പാർവതീദേവി എന്നോട് കോപിക്കും.
അതുമൂലം അടുത്ത ജന്മം നീചയോനിയിൽ പിറവിയെടുക്കേണ്ടതായി വരും. ഞങ്ങൾക്കിടയിലുള്ള സത്യപരിപാലനത്തിൽ എന്റെ മഹാദേവനും ആദിത്യ ഭഗവാനും സാക്ഷിയായിരിക്കട്ടെ. അതിനാൽ എന്റെ ഭർത്താവ് ചാടിയ തീയിൽ ഞാനും ചാടി മരിക്കാൻ തീരുമാനിച്ചു. കൃമികീടങ്ങൾക്ക് ഭക്ഷണമാകേണ്ട ഈ ശരീരത്തിന്റെ സൗന്ദര്യം പ്രദർശിപ്പിച്ച് അന്യന്റെ സമ്പത്ത് തട്ടിയെടുത്ത് ഇത്രയും കാലം ഞാൻ ജീവിച്ചു. ഇനിയും അനിത്യമായ അല്പസുഖത്തിന് വേണ്ടി ഞാൻ ജീവിച്ചിരിക്കുന്നത് അനുചിതത്വവും പാവവുമാണ്. ധർമ്മ പരിരക്ഷയ്ക്ക് വേണ്ടി ഈ ശരീരം ഉപേക്ഷിച്ചാൽ അടുത്ത ജന്മം നന്മ നിറഞ്ഞ ഒരു അവസരം ശ്രീ പരമേശ്വരൻ എനിക്ക് വേണ്ടി കാരുണ്യത്തോടെ പ്രദാനം ചെയ്യും. തികഞ്ഞ മനസംതൃപ്തിയോടെ പാർവതീകാന്തന്റെ ചരണാരവിന്ദങ്ങളിൽ ലയിക്കുന്നതാണ് ഉത്തമമായിട്ടുള്ളത്. ഇപ്രകാരം പറഞ്ഞ ശേഷം വളരെ സന്തോഷത്തോടെ മഹാനന്ദ സ്നാനകർമ്മങ്ങൾ ചെയ്ത് ശരീരശുദ്ധി വരുത്തി സമ്പത്തെല്ലാം ബ്രാഹ്മണർക്ക് ദാനം ചെയ്തു. ഭക്ത്യാദരങ്ങളോടെയും സന്തോഷത്തോടെയും ഭക്ഷണം കഴിച്ചു. താമ്പൂല ചർണവും ചെയ്ത് നമസ്കരിച്ചിട്ട് കത്തുന്ന അഗ്നിയെ പ്രദക്ഷിണം വെച്ച് വണങ്ങിയ ശേഷം ആ അഗ്നിയിലേക്ക് ചാടാനൊരുങ്ങിയ മുഹൂർത്തത്തിൽ ദയാവാരിധിയായ ശ്രീശങ്കരൻ അവളുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. അപ്പോ ഈ മഹാനന്ദ എന്ത് പറയുകയാണ്? അദ്ദേഹം തീയില് ചാടി ആത്മഹൂതി ചെയ്തത് കൊണ്ട് തന്നെ താൻ 3 ദിവസത്തേക്ക് പത്നീപദം അലങ്കരിക്കാമെന്നുള്ള ഒരു വാക്ക് കൊടുത്തിരുന്നതാണ്. അതുകൊണ്ട് എനിക്കത് നിറവേറ്റാൻ കഴിഞ്ഞില്ല. ആ സ്ഥിതിക്ക് ഞാനും ഈ അഗ്നിയിൽ ചാടി മരണപ്പെടേണ്ടതാണെന്ന് പറയുകയാണ്. അങ്ങനെ ഈ ഗണികയായിട്ടുള്ള മഹാനന്ദ എന്താ ചെയ്യുകയാണ്? സ്നാനകർമ്മങ്ങളൊക്കെ ചെയ്ത് തൻ്റെ എല്ലാ വിധത്തിലുള്ള സ്വത്തുക്കളും ബ്രാഹ്മണർക്ക് ദാനം ചെയ്തിട്ട് എന്ത് ചെയ്യുകയാണ്? ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഈ തീയുടെ അടുത്തേക്ക് വരികയാണ്. എന്നിട്ട് പ്രദക്ഷിണം ചെയ്യുകയാണ്. എന്നിട്ട് തീയിലേക്ക് ചാടാനായിട്ട് പോവുകയാണ്. അങ്ങനെ തീയിലേക്ക് ചാടാനായിട്ട് പോകുന്ന സമയത്ത് അവിടെ പരമശിവൻ പ്രത്യക്ഷപ്പെടുകയാണ്. ത്രൈലോക്യനാഥനായ പാർവതീകാന്തന്റെ പൊന്നതരങ്ങളിൽ കർപ്പൂര ദീപത്തിന് സമാനമായ ഒരു ദിവ്യ മന്ദഹാസം ശോഭ പരത്തി. പ്രാർത്ഥനാനിരതനായി അല്പനേരം നിന്ന ശേഷം അഗ്നിയിലേക്ക് ചാടാൻ ഒരുമ്പെട്ട നേരത്താണ് ഭഗവാൻ സാന്നിധ്യം കൊണ്ട് അവളുടെ കൈക്ക് കടന്നു പിടിച്ചത്. സ്വശരീരം അഗ്നിക്ക് സമർപ്പിക്കാൻ നിശ്ചയം ചെയ്ത് നിൽക്കുന്ന മഹാനന്ദയോട് ഭഗവാൻ പറഞ്ഞു, ഹേ സുന്ദരി, അരുത്. നീ നിന്റെ ശരീരത്തെ അഗ്നിക്ക് സമർപ്പിക്കുന്നുവെങ്കിലും മനസ്സുകൊണ്ട് നീ സദാ നമ്മെക്കുറിച്ച് ഓർത്തുകൊണ്ടിരിക്കുന്നു. നീ നമ്മുടെ ഉത്തമ ഭക്തയാണെന്ന് നമുക്കറിയാമായിരുന്നു. അതിനാലാണ് നാം നിന്നെ പരീക്ഷിക്കുന്നതിനായി വൈശ്യന്റെ വേഷത്തിൽ നിന്റെ മുന്നിൽ വന്നത്. സനാതനമായ ധർമ്മ പരിരക്ഷയ്ക്കുള്ള നിന്റെ മനോനിശ്ചയം പ്രശംസനീയം തന്നെ. അളവറ്റ ധനസഞ്ചയം ഉണ്ടായിട്ടും അവയെല്ലാം നശ്വരങ്ങളാണെന്ന ധർമ്മതത്വം നീ പാലിച്ച് സത്യമാർഗത്തിലൂടെ സഞ്ചരിക്കാനുള്ള നിന്റെ സൽമനോഭാവം നിന്നെ ധന്യയാക്കിയിരിക്കുന്നു. ചില സ്ത്രീകൾ പരപുരുഷന്മാരോടൊപ്പം ജീവിക്കുകയും അവരുടെ മുതൽ അപഹരിച്ചതിനു ശേഷം അവരെ ചതിക്കുകയും ചെയ്യുന്നു. അവരുടെ മനസ്സ് കഠിനമാണ്. സ്വന്തം പ്രാണന്റെ അംശമായ പതിയോട് പോലും കൂറ് പുലർത്താറില്ല. നീ നമ്മുടെ ഭക്തയായതുകൊണ്ടാണ് കുടില ബുദ്ധി ഉണ്ടാകാത്തത്. എങ്കിലും വിശ്വസിക്കുന്നവനെ ചതിക്കുമോ എന്നറിയുന്നതിന് വേണ്ടിയാണ് ഒരു വൈശ്യനായി നാം മുന്നിൽ വന്നത്. എന്തായാലും നമ്മുടെ പരീക്ഷണത്തിൽ നീ വിജയിച്ചിരിക്കുന്നു. അതിനാൽ നിന്റെ ഏത് ആഗ്രഹവും സാധിച്ചു തരാൻ നാം ഒരുക്കമാണ്. സുമംഗലി, നിനക്ക് എന്ത് വരമാണ് നാം നൽകേണ്ടത്? അപ്പോ ഈ ഗണികയോട് പറയുകയാണ്, നീ എപ്പോഴും നീ ഇങ്ങനെ ഒരു സ്ത്രീ ആയിരുന്നെങ്കിൽ കൂടിയും, ഇങ്ങനെ ഒരു ഗണികയായിരുന്നെങ്കിൽ കൂടിയും നീ സദാസമയം എന്നെ തന്നെയാണ് ധ്യാനിച്ചുകൊണ്ടിരുന്നത്, എന്നെ തന്നെയാണ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. അതുകൊണ്ട് നിന്റെ ഭക്തിയിൽ നാം സംപ്രീതനാണ്. മാത്രമല്ല നീ എന്താണ്, നീ സാധാരണ സ്ത്രീകളാണെന്നുണ്ടെങ്കിൽ മറ്റുള്ളവരുടെ ധനമെല്ലാം ഇതുപോലെ അപഹരിച്ചതിന് ശേഷം അവരോട് ക്രൂരമായിട്ട് പെരുമാറുക, അല്ലെങ്കിൽ അവരെ തള്ളിക്കളയും. പക്ഷെ നീ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. അതുകൊണ്ട് നീ നല്ലൊരു സ്ത്രീയാണ്. അതുകൊണ്ട് നിനക്ക് എന്ത് വരമാണ് നാം നൽകേണ്ടത് എന്ന് ഭഗവാൻ പരമശിവൻ ആ ഗണികയായിട്ടുള്ള മഹാനന്ദയോട് ചോദിക്കുകയാണ്. ഭഗവാന്റെ വാക്കുകൾ അമൃതബിന്ദുക്കൾ പോലെ അനുഭവിച്ചറിഞ്ഞ മഹാനന്ദയുടെ മാനസ കോകിലം അനിതര സാധാരണമായ അനുഭൂതിയുടെ അത്ഭുത ലോകത്തേക്ക് പറന്നകന്നു. ഇത്രയും കാലം താൻ തന്റെ മനോരഥത്തിൽ കുടിയിരുത്തി ആരാധിച്ചിരുന്ന ആ പ്രഭുവിന്റെ തിരുസാന്നിധ്യം മൂലം തന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള കൽമഷത്തെ കഴുകിക്കളയാൻ സാധിച്ചിരിക്കുന്നുവെന്ന് അറിഞ്ഞ ആ സുന്ദരി അല്പനേരം അധികരിച്ച ആനന്ദത്തോടെ നിലകൊണ്ടു. പരിസര ബോധത്തിലേക്ക് അവളുടെ ബോധ മനസ്സ് മടങ്ങി വന്നപ്പോൾ തന്റെ മുന്നിൽ മധു തൂകുന്ന മാസ്മരിക ലഹരി പടർത്തുന്ന മന്ദഹാസത്തോടെ നിലകൊള്ളുന്ന പരബ്രഹ്മ സ്വരൂപനായ ശ്രീ ശങ്കരന്റെ പാതാരവിന്ദങ്ങളിൽ വീണ് സാഷ്ടാംഗം നമസ്കരിച്ചു. അനന്തരം അവൾ പാർവതീകാന്തനോട് ഉര ചെയ്തു, എന്റെ സർവേശ്വര മഹാദേവ, അവിടുത്തെ അപാര കൃപ മൂലമുള്ള തിരു സാന്നിധ്യത്തിലൂടെ ഈ ദാസി മഹാഭാഗ്യവതിയായിരിക്കുന്നു.
എനിക്കിപ്പോൾ ഭൗതികമായ യാതൊന്നിലും ആഗ്രഹമില്ലാതായിരിക്കുന്നു. ഇനിയും മറ്റൊരു ജന്മം കൂടി സ്വീകരിക്കാൻ ഞാൻ തീരെ ആഗ്രഹിക്കുന്നില്ല. അങ്ങയുടെ പാദകമലങ്ങളെ പരിചരിച്ചു കൊണ്ടിരിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എന്നെയും എൻ്റെ ബന്ധുക്കളെയും അങ്ങയുടെ സമീപം വസിക്കുവാൻ ഇടയാക്കി തീർക്കണമെന്നാണ് ഈ ദാസിയുടെ അപേക്ഷ. പാർവതി വല്ലഭനായ ജഗദീശ്വര, അവിടുത്തെ ജടയും ചന്ദ്രക്കലയും തുമ്പമാലയും ചുടലഭസ്മവും നെറ്റിയിലെ വടുവും ശൂലവും പ്രകാശമാനമായ പുലിത്തോൽ ധരിച്ച കടിപ്രദേശവും കാൽച്ചിലമ്പും പാതാരവിന്ദങ്ങളും എല്ലാം എക്കാലവും എൻ്റെ മനസ്സിൽ തോന്നാൽ അനുഗ്രഹിക്കണമേ. മഹാപ്രഭോ ശംഭോ, ഹൈമവതിയായ ജഗദംബികയെ അടുത്തിരുന്ന് പൂജിക്കാനും വരപ്രദാനം നൽകി അനുഗ്രഹിക്കണമേ. ദേവാദിദേവനായ മഹാപ്രഭോ, അവിടുത്തേക്ക് ഈ ദാസിയുടെ വിനയാന്വിതമായ പ്രണാമം. അപ്പോൾ ഈ ഗണിക ചോദിക്കുന്നത് എന്ത് വരമാണ് പരമശിവനോട് ചോദിക്കുന്നത്? എനിക്ക് ഇനി ഒരു ജന്മം വേണ്ട, എനിക്ക് അങ്ങയുടെ പാതാരവിന്ദങ്ങളിൽ എപ്പോഴും ഒരു അഭയം തരണമെന്നും അവിടെ സദാ ഇരുന്നു കമലങ്ങളെ പരിചരിച്ചു കൊണ്ടിരിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നതെന്നും അതുപോലെ എനിക്കും എൻ്റെ ബന്ധുക്കൾക്കും അങ്ങ് അഭയം തരണമെന്നും ശിവലോകത്ത് തന്നെ അഭയം തരണമെന്നും അങ്ങനെ എനിക്ക് ആ പാർവതി പരമേശ്വരന്മാരെ സദാ നേരവും കാണണമെന്നുള്ള ആ ഒരു വരമാണ് ഈ ഗണികയായിട്ടുള്ള മഹാനന്ദ ചോദിക്കുന്നത്. അപ്പോ ഇങ്ങനെ അത്യധികം ഭക്തിയോടെയുള്ള മഹാനന്ദിയുടെ സ്തുതി കേട്ട ഉമാനാഥൻ അവളെ തേരിലേറ്റി കിങ്കരന്മാരുടെ സംരക്ഷണത്തിൽ ഏൽപ്പിച്ച ശേഷം കൈലാസത്തിലേക്ക് പോയി. അങ്ങനെ ശ്രീശങ്കരൻ കാരുണ്യാതിരേകത്താൽ മഹാനന്ദ കൈലാസത്തിലെത്തി സുഖമായി അവിടെ വസിക്കാൻ തുടങ്ങി. ഹേ രാജാവേ, മഹാനന്ദിയുടെ കുരങ്ങും കോഴിയുമാണ് അങ്ങയുടെ വസതിയിൽ ജനിച്ചിരിക്കുന്നത്. വാനരൻ അങ്ങയുടെ പുത്രനായും കോഴി മന്ത്രിപുത്രനായും പിറന്നു. അങ്ങയുടെ ഭക്തിമുദ്രയായ ആ രുദ്രാക്ഷം ദേഹത്ത് ധരിച്ചതിലൂടെ അവർക്ക് ദൃഢമായ ശിവഭക്തി ഉണ്ടാകുകയും ചെയ്തു. ഇവർക്ക് ഇനി ജന്മമെടുത്ത് ഈ സംസാരത്തിൽ മായാബന്ധിതരായി ജീവിക്കേണ്ടി വരില്ല. ഈ ജന്മത്തോടെ അവർക്ക് മോക്ഷം ലഭിക്കുന്നതാണ്. അത്യന്തം വിശിഷ്ട ഗുണങ്ങളുള്ള രുദ്രാക്ഷം പ്രത്യേക ലക്ഷ്യമൊന്നും ഇല്ലാതെയാണെങ്കിലും ശരീരത്തിൽ ധരിച്ചാൽ അവർക്ക് പിന്നീട് ജന്മദുഃഖം ഉണ്ടാവുകയില്ല. ഇത് സത്യമാണ്. ഇത്രയും പറഞ്ഞ ശേഷം പരാശര മുനി മടങ്ങിപ്പോയി. മഹാനന്ദ ഒരു ഗണികയായിരുന്നിട്ടും ഭഗവാൻ ശ്രീ സദാശിവനോടുള്ള ഭക്തി അവളിൽ ദൃഢമായിരുന്നു. രുദ്രന്റെ അക്ഷിയായ രുദ്രാക്ഷം അവൾ ശരീരത്തിൽ ധരിച്ചിരുന്നു. രുദ്രാക്ഷത്തിന്റെ മഹാത്മ്യമാണ് മഹാനന്ദയെ കൈലാസനാഥന്റെ പ്രീതിക്ക് ഇടയാക്കിയത്. നിത്യവും രാവിലെയും വൈകുന്നേരവും കുളി കഴിഞ്ഞ് രുദ്രാക്ഷവും ധരിച്ചുകൊണ്ട് പഞ്ചാക്ഷരി മന്ത്രം ജപിക്കുന്നവർക്ക് തീർച്ചയായും സദാശിവ പ്രീതി ഉണ്ടാകും. മാത്രമല്ല അവരുടെ സകല പാപങ്ങളും നശിക്കുകയും അവസാനം മോക്ഷപ്രാപ്തിക്ക് അർഹരായി തീരുകയും ചെയ്യും. ഇക്കാര്യം തീർച്ചയാണ്. രുദ്രാക്ഷം ധരിച്ചുകൊണ്ട് ശിവനാമം ജപിക്കുന്ന ഒരു ഭക്തന്റെ കുടുംബാന്തരീക്ഷം ഐശ്വര്യപ്രദവും സമാധാനപൂർണവുമായിരിക്കും. ദാരിദ്ര്യം ആ ഭവനത്തിൽ ഉണ്ടായിരിക്കുകയില്ല. കാരണം ഭക്തവത്സലായ ശ്രീശങ്കരൻ അദ്ദേഹത്തിന്റെ ഭക്തന്മാരുടെ ക്ഷേമകാര്യങ്ങളിൽ സദാ ശ്രദ്ധാലുവാണ്. അതിനാൽ എല്ലാ പേരും ശ്രീ പരമേശ്വരന്റെയും ജഗദീശ്വരിയായ ശ്രീ പാർവതിയുടെയും അനുഗ്രഹത്തിനായി പ്രയത്നിക്കേണ്ടതാണ്. ഹര ഹര മഹാദേവ ശംഭോ മഹാദേവ. അപ്പോ രുദ്രാക്ഷത്തിന്റെ മഹാത്മ്യത്തെ കുറിച്ച് കൂടിയാണ് ഇവിടെ പറയുന്നത്. രുദ്രാക്ഷം നാം എപ്പോഴാണോ ധരിക്കുന്നത്, അങ്ങനെ രുദ്രാക്ഷം ധരിച്ചുകൊണ്ട് നാം എപ്പോഴും ആ ശിവഭഗവാന്റെ നാമമായിട്ടുള്ള രാവിലെയും വൈകിട്ടും നമ്മൾ എപ്പോഴെല്ലാം ഭഗവാന്റെ നാമമായിട്ടുള്ള ഓം നമഃ ശിവായ നാമം പറയുന്നുണ്ടോ അവരുടെ സകല പാപങ്ങളും ഇല്ലാതായി തീരുന്നതാണ്. അവർക്ക് ഭഗവാനിൽ മുക്തിയും ലഭിക്കുന്നതാണ് എന്നാണ് ഇവിടെ പറയുന്നത്. ഇതാണ് രുദ്രാക്ഷത്തിന്റെ മഹാത്മ്യം എന്ന് പറയുന്നത്. ഹര ഹര മഹാദേവ ശംഭോ മഹാദേവ. ഓം നമഃ ശിവായ. ഇനി നമുക്ക് വായിക്കാനുള്ളതെന്ന് വെച്ചാൽ ഭാഗം 62 കാശി മഹാത്മ്യം. കാശി മഹാത്മ്യത്തെ കുറിച്ചാണ് നമുക്കിനി വായിക്കാനുള്ളത്. അപ്പോൾ കാശി മഹാത്മ്യം കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഫലശ്രുതിയാണ്. ഫലശ്രുതി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ക്ഷമാപണവും കൂടെ പറഞ്ഞതിന് ശേഷം നമ്മുടെ ശിവപുരാണം ഇവിടെ എല്ലാം വായിച്ചു കഴിഞ്ഞു. ഇന്നത്തേക്ക് അവസാനിക്കുകയാണ്. ഹര ഹര മഹാദേവ ശംഭോ മഹാദേവ. അപ്പോൾ ഞാൻ വായിക്കാം കേട്ടോ. ഇനി ഭാഗം 62 കാശി മഹാത്മ്യം. ശ്രീലങ്കയിൽ സിംഹധ്വജൻ എന്നറിയപ്പെട്ടിരുന്ന ഒരു രാജാവ് ഉണ്ടായിരുന്നു. അദ്ദേഹം പ്രസിദ്ധനും മഹാവീരനുമായിരുന്നു. ധർമ്മപത്നിയായ മന്ദാരലക്ഷ്മിയുമായി അദ്ദേഹം വളരെ സൗഖ്യത്തോടെ ജീവിച്ചു പോന്നു. രാജാവ് മഹാഭക്തനും ധർമ്മതൽപരനുമായിരുന്നു. ദാനശീലനും സർവഗുണ സമ്പന്നനുമായിരുന്നു. സൗഭാഗ്യങ്ങൾ വേണ്ടുവോളം ഉണ്ടായിരുന്നുവെങ്കിലും
അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഒരു ദുഃഖമുണ്ടായിരുന്നു. വിവാഹം കഴിഞ്ഞിട്ട് വർഷങ്ങൾ കഴിഞ്ഞുവെങ്കിലും ആ രാജദമ്പതികൾക്ക് ഒരു കുഞ്ഞുണ്ടായിരുന്നില്ല. ദുഃഖിതരായ അവർ ഭക്തിപൂർവ്വം ക്ഷേത്രങ്ങളിൽ പൂജകൾ നടത്തിയും പുണ്യകർമ്മങ്ങൾ ചെയ്തും വസ്ത്രങ്ങൾ, പശുക്കൾ, ഭൂമി തുടങ്ങിയവ ദാനം ചെയ്തും ബ്രാഹ്മണർക്ക് അന്നവും ദക്ഷിണയും നൽകിയും ജീവിച്ചു പോന്നു. സന്താന ലബ്ധിക്ക് വേണ്ടി ധാരാളം പുണ്യകർമ്മങ്ങൾ ചെയ്തിട്ടും ഫലം കാണാത്തതിനാൽ ഒരു ദിവസം ഭൂപാലകൻ പത്നിയായ മന്ദാരലക്ഷ്മിയോട് പറഞ്ഞു, മന്ദാരലക്ഷ്മി, ഒരു പുത്രനുണ്ടാകുന്നതിന് വേണ്ടി നമ്മൾ എത്രമാത്രം സൽക്കർമ്മങ്ങൾ ചെയ്തു, എന്നിട്ടും ആഗ്രഹിച്ച ഫലം ലഭിച്ചില്ല. ഒരുപക്ഷെ മുൻജന്മങ്ങളിൽ നമ്മൾ വല്ല പാപവും ചെയ്തു കാണും. സന്തതിയില്ലാത്തവന് രാജ്യവും സമ്പത്തും കൊണ്ട് എന്താണ് പ്രയോജനം? ഇഹലോകവും പരലോകവും നമുക്ക് നിഷ്ഫലമായിരിക്കുന്നു. എന്തായാലും ജഗദീശ്വരന്റെ പ്രീതിക്ക് വേണ്ടി നാം എന്താണ് ചെയ്യേണ്ടതെന്ന് ആലോചിക്കുകയാണ്. മഹാരാജാവ് ഇപ്രകാരം സംസാരിച്ചു കൊണ്ട് നിൽക്കവേ നാരദ മഹർഷി അവിടെ സന്നിധനായി. മഹർഷിയുടെ ആഗമനമറിഞ്ഞ സിംഹധ്വജൻ അദ്ദേഹത്തെ ഭക്ത്യാദരങ്ങളോടെ പൂജിച്ച് സൽക്കരിച്ച് ശ്രേഷ്ഠമായ ഇരിപ്പിടം നൽകി. അനന്തരം നാരദന്റെ പാതാരബിന്ദങ്ങളിൽ വീണ് നമസ്കരിച്ചുകൊണ്ട് മഹാരാജാവ് പറഞ്ഞു, അല്ലയോ ദേവർഷി, അങ്ങയെ കാണാനും വന്ദിക്കാനും സാധിച്ചത് എന്റെ ഭാഗ്യം കൊണ്ടാണ്. അങ്ങയുടെ സാന്നിധ്യം മൂലം എന്റെ അഴലാർന്ന മനസ്സിൽ ശാന്തിയുടെ കുളിർതെന്നൽ വീശുന്നതായി അനുഭവപ്പെടുന്നു. വിവാഹം കഴിഞ്ഞിട്ട് വർഷങ്ങളായിട്ടും സന്താന സൗഭാഗ്യമില്ലാത്തതിനാൽ ഞങ്ങൾ ദുഃഖിതരായി കഴിയുകയാണ്. അങ്ങയുടെ പാദസ്പർശത്തിലൂടെ ഞങ്ങൾക്ക് സന്താന ഭാഗ്യോദയം സംഭവിക്കുമെന്ന് ഉറപ്പായിരിക്കുന്നു. ദിവ്യന്മാരെ ദർശിക്കുവാനുള്ള അപൂർവമായ അവസരം കൈവരിക്കുന്നതിലൂടെ എല്ലാവിധ ദുഃഖങ്ങൾക്കും നാശമുണ്ടാകുമെന്ന അലംഘനീയമായ ഒരു യാഥാർത്ഥ്യമാണ്. അതിനാൽ സിംഹളന്മാരിൽ ഞാൻ ഇന്ന് ധന്യനും പരിശുദ്ധനുമായി തീർന്നിരിക്കുന്നു. പ്രിയേ മന്ദാരലക്ഷ്മി, ഈ യോഗ്യവര്യന്റെ പാതാരവിന്ദങ്ങളിൽ നമസ്കരിക്കൂ. ഈ ദേവർഷി നമ്മുടെ ആഗ്രഹങ്ങളെല്ലാം സാധിച്ചു തരുന്നതാണ്. അങ്ങനെ ശ്രീലങ്കയിലെ സിംഹധ്വജൻ എന്ന പേരുള്ള ഒരു മഹാരാജാവ് ഉണ്ടായിരുന്നു. ഈ രാജാവിന് വളരെയധികം എന്താ പറയുക, എല്ലാവരോടും സൗഖ്യത്തോടും സന്തോഷത്തോടും കൂടി മന്ദാരലക്ഷ്മി എന്ന പേരുള്ള ഒരു ഭാര്യയുമായിട്ട് സുഖമായിട്ട് ജീവിച്ചു പോവുകയായിരുന്നു. പക്ഷെ അദ്ദേഹത്തിന് ഒരു ദുഃഖം ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് കുഞ്ഞുങ്ങളില്ലായിരുന്നു എന്നുള്ളൊരു ദുഃഖം. അങ്ങനെ ഇരിക്കെ അവിടെ നാരദ മഹർഷി പ്രത്യക്ഷപ്പെടുകയാണ്. എന്നിട്ട് നാരദ മഹർഷി ഈ രാജാവിന്റെ അടുക്കിലേക്ക് വരികയും അങ്ങനെ രാജാവ് ഈ നാരദ മഹർഷിയെ വളരെ ഭക്ത്യാദരപൂർവ്വം ആദരിച്ചിരുത്തുകയും തന്നെ പത്നി ആയ മന്ദാരലക്ഷ്മി പരിചരിക്കുകയും അങ്ങനെ മന്ദാരലക്ഷ്മിയോട് പറയുകയാണ്, ഇദ്ദേഹം അതിശ്രേഷ്ഠനായിട്ടുള്ള നാരദ മഹർഷിയാണെന്നും ഇദ്ദേഹത്തെ പൂജിക്കാൻ പറയുകയാണ്. അങ്ങനെ മന്ദാരലക്ഷ്മിയോട് പറയുകയാണ്, നമുക്ക് നമ്മുടേതായിട്ടുള്ള എന്ത് ആഗ്രഹങ്ങളുണ്ടോ ആ ആഗ്രഹങ്ങളെല്ലാം തന്നെ ഇദ്ദേഹം നമുക്ക് നടത്തി തരുന്നതാണ് എന്ന് പറയുകയാണ്. പ്രാണനാഥന്റെ വാക്കുകൾ കേട്ട മന്ദാരലക്ഷ്മി നാരദ മഹർഷിയുടെ കമലങ്ങളിൽ സാഷ്ടാംഗം നമസ്കരിച്ചു. അവരുടെ ഭക്തിഭാവത്തിൽ മതിപ്പ് തോന്നിയ മഹർഷി സന്തോഷസമേതനായി മന്ദഹസിച്ചുകൊണ്ട് പറഞ്ഞു, മഹാരാജൻ, അങ്ങ് നീലകണ്ഠനെ ആരാധിക്കണം. ആ ഭഗവാൻ തീർച്ചയായും അങ്ങയുടെ ആഗ്രഹം സാധിച്ചു തരുന്നതാണ്. അങ്ങയുടെ മുജ്ജന്മ കർമ്മ ഫലത്താലാണ് സന്താന സൗഭാഗ്യം ലഭിക്കാതെ പോയത്. കഴിഞ്ഞ ജന്മത്തിൽ അങ്ങ് ധാരാളം പാപങ്ങൾ ചെയ്തിട്ടുണ്ട്. കയ്യുകൊണ്ട് ബ്രാഹ്മണരുടെ ധനം അപഹരിച്ചിട്ടുണ്ട്. പണ്ട് കുന്തള രാജ്യത്ത് ചണ്ടാലകുലത്തിൽ പിറവിയെടുത്ത താങ്കളുടെ നാമധേയം താടങ്കൻ എന്നായിരുന്നു. അന്ന് താങ്കളുടെ പ്രധാന ജോലി മോക്ഷണമായിരുന്നു. ചണ്ടാലനായ നിങ്ങൾ തസ്കരന്മാരുടെ പ്രമാണിയായി പട്ടണങ്ങളിൽ പ്രവേശിച്ച് ദ്വിജന്മാരുടെ ഭവനങ്ങൾ ഭേദിച്ച മോഷണം നടത്തി വന്നിരുന്നു. ഒരിക്കൽ ഒരു രാത്രി ധനികനും പ്രതാപശാലിയുമായിരുന്ന ഗോവിന്ദ ശർമാവെന്ന ബ്രാഹ്മണന്റെ വീട്ടിൽ മോഷണം നടത്താൻ കയറി. അവിടെ നിന്നും വൻതുക കൊള്ളയടിക്കാമെന്ന ദുർമോഹം കൊണ്ടാണ് നീ ചെന്നത്. പൂട്ടിക്കിടന്ന ഭവനം കുത്തിത്തുറന്ന് അകത്ത് കടന്നു. ഗോവിന്ദ ശർമാവും ഭാര്യയും പുത്രനും സുഖനിദ്രയിലായിരുന്നു. എന്നാൽ നീ മോഷണം നടത്തുന്ന നേരത്ത് കുട്ടി ഉണർന്നു. അവൻ നിന്നെ കാണുകയും ചെയ്തു. അവന്റെ ദേഹത്ത് ധാരാളം സ്വർണ്ണാഭരണങ്ങൾ ഉണ്ടായിരുന്നു. കള്ളനായ നീ കുട്ടിയെയും എടുത്തുകൊണ്ട് ഒരു കാട്ടിലേക്ക് പോയി. ആ കുട്ടിയുടെ ശരീരത്തിലുണ്ടായിരുന്ന സകല ആഭരണങ്ങളും കവർന്നെടുത്ത ശേഷം കുട്ടിയെ കഴുത്ത് നെരിച്ച് കൊന്നിട്ട് അതിനെ പൊട്ടക്കിണറ്റിലേക്ക് എറിഞ്ഞു. അപ്പോ എന്തുകൊണ്ടാണ് ഇയാൾക്ക് ഈ ജന്മം കുട്ടി ഉണ്ടാവാത്തതിന്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല്, ഈ രാജാവ് കഴിഞ്ഞ ജന്മത്തിൽ ഒരു തെറ്റ് ചെയ്തിരുന്നു. ഈ രാജാവ് കഴിഞ്ഞ ജന്മത്തില് ഒരു ചണ്ടാലനായിരുന്നു. ചണ്ടാലനായിട്ടുള്ള ഒരു ആരായിരുന്നു, ഒരു കള്ളനായിരുന്നു. അങ്ങനെ ഈ മോഷണമൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഈ ഇദ്ദേഹം ഒരു വീട്ടിൽ ചെല്ലുകയാണ്.
ആ വീട്ടില് ചെല്ലുമ്പോൾ അവിടെ എന്ത് ചെയ്യുകയാണ്, അവിടെ ഭവനം കുത്തി തുറന്നു അകത്ത് കടന്നിട്ട് ഗോവിന്ദ ശർമാവും ഭാര്യയും പുത്രനും സുഖനിദ്രയിലായിട്ട് ഉറങ്ങുകയായിരുന്നു. അങ്ങനെ ഗോവിന്ദ ശർമ്മനും ഭാര്യയും കുഞ്ഞുമുള്ള ആ സ്ഥലത്തേക്കാണ് ചെല്ലുന്നത്. അവിടെ ചെന്നിട്ട് ഈ ധനമെല്ലാം മോഷ്ടിച്ചിട്ട് ഇങ്ങനെ നോക്കുമ്പോൾ കുഞ്ഞ് പെട്ടെന്ന് ഇയാളെ കാണും. ഈ ചണ്ടാലനെ കാണുകയും കുഞ്ഞു ഉണർന്ന് കരയുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് ഈ മോഷണം നടത്താൻ കഴിയില്ലെന്ന് വിചാരിക്കും. കുഞ്ഞിന്റെ ശരീരത്താണെങ്കിൽ വളരെയധികം സ്വർണ്ണാഭരണങ്ങളൊക്കെ കിടപ്പുണ്ടായിരുന്നു. അപ്പൊ ഈ ദുഷ്ടനായിട്ടുള്ള ഈ ചണ്ടാലൻ എന്ത് ചെയ്യുകയാണ്, കുഞ്ഞിനെയും കൊണ്ടുവരെ കാട്ടിൽ പോയിട്ട് കുഞ്ഞിന്റെ ശരീരത്ത് കിടന്ന സ്വർണ്ണാഭരണങ്ങളെല്ലാം ഊരിയെടുത്തിട്ട് ഈ കുഞ്ഞിനെ എന്ത് ചെയ്യും, നിഷ്കരുണം കഴുത്ത് ഞെരിച്ച് കൊല്ലുകയാണ് ചെയ്യുന്നത്, ഈ ദുഷ്ടനായിട്ടുള്ള ചണ്ടാളൻ. അപ്പൊ ഈ ചണ്ടാലനാണ് പിന്നീട് ഈ രാജാവായിട്ട് വരുന്നത്, കുറെ ജന്മങ്ങൾക്ക് ശേഷം ഈ രാജാവായിട്ട് ജനിക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ജന്മത്തിൽ ഇങ്ങനെ ഒരു കൊടും പാതകം ചെയ്തത് കൊണ്ടാണ് ഈ ഗോവിന്ദ ശർമ്മ അപ്പം ഇങ്ങനെ ഈ മഹാരാജാവിന് കുഞ്ഞുങ്ങൾ ഉണ്ടാവാത്തത് എന്ന് പറയുകയാണ്. ഗോവിന്ദ ശർമാവും ഭാര്യയും ഉണർന്നപ്പോൾ അടുത്ത് കിടന്ന കുഞ്ഞിനെ കാണാതെയായി. പരിഭ്രാന്തരായി തീർന്ന ആ മാതാപിതാക്കൾ ഉറക്കെ നിലവിളിച്ചു. അവരുടെ ദീനരോധനം കേട്ട അയൽക്കാർ ഓടിയെത്തി. അവരും ആ ബ്രാഹ്മണ ദമ്പതികളുടെ ദുഃഖത്തിൽ പങ്കുചേർന്നു. നേരം പ്രഭാതമായപ്പോൾ അവരെല്ലാം കുട്ടിയെ തേടി പുറപ്പെട്ടു. നാട് മുഴുവനും അന്വേഷിച്ചിട്ടും യാതൊരു വിവരവും ലഭിച്ചില്ല. ആളുകൾ പരാതിയുമായി രാജാവിനെ സമീപിച്ച് സങ്കടമുണർത്തിച്ചു. ഒടുവിൽ എങ്ങനെയും തസ്കരനെ പിടിക്കണമെന്ന് രാജാവ് ഭടന്മാരോട് കൽപ്പിച്ചു. ഭടന്മാർ താടങ്കനെ പിടികൂടി. അവന്റെ വസ്ത്രത്തിലും ശരീരത്തിലും രക്തക്കറ പുരണ്ടിരുന്നു. ഭടന്മാർ തസ്കരനെ രാജാവിന്റെ അടുക്കൽ കൊണ്ടുവന്നു. പക്ഷേ അവൻ കുറ്റം സമ്മതിച്ചിരുന്നില്ല. രാജകൽപ്പന പ്രകാരം ഭടന്മാർ താടങ്കനെ പൊതിരിത്തള്ളി. അസഹനീയമായ പ്രഹരമേറ്റപ്പോൾ അവൻ സത്യം തുറന്നു പറഞ്ഞു. തൊണ്ടി സാധനം രാജഭടന്മാർ അവനിൽ നിന്നും പിടിച്ചെടുത്ത് രാജാവ് ഉടനെ അവനെ ശിക്ഷ നടപ്പിലാക്കി. ജീവനോടെ ഇവനെ ശൂലത്തിൽ കോർത്തിടുക, ഇതായിരുന്നു അവന് നൽകിയ ശിക്ഷാവിധി. രാജകൽപ്പന പാലിക്കപ്പെട്ടു. അങ്ങനെ പെരുവഴിയിൽ ഒരിടത്ത് താടങ്കനെ ഭടന്മാർ ശൂലത്തിൽ കോർത്തിട്ടു. കഥയറിഞ്ഞ ഗോവിന്ദ ശർമാവും പത്നിയും വളരെയധികം ദുഃഖിച്ചു. പുത്രന്റെ ജഡം വനത്തിലെ പൊട്ടക്കിണറ്റിൽ നിന്നും കണ്ടെടുത്ത് അവർ സംസ്കരിച്ചു. അനന്തര കർമ്മങ്ങളും നടത്തി. താടങ്കനാകട്ടെ ശൂലത്തിൽ കിടന്ന് വേദന കൊണ്ട് പുളഞ്ഞു. അങ്ങനെ 5 ദിവസങ്ങൾ പിന്നിട്ടു. ആ സമയത്ത് ഒരു പുണ്യാത്മാവ് കാശിക്ക് പോകാൻ അതുവഴി വന്നു. താടങ്കന്റെ ഞരക്കങ്ങൾ കേട്ട അദ്ദേഹം അടുത്തു ചെന്നപ്പോൾ ശൂലത്തിൽ കിടക്കുന്ന അവനെ കണ്ട് ഭയന്നോടി. അപ്പോൾ നീ അയാളെ ദയനീയമായി വിളിച്ചുകൊണ്ട് പറഞ്ഞു, ഓടേണ്ട, പേടിക്കേണ്ട, അടുത്തു വരൂ. അദ്ദേഹം നിന്റെ അടുത്തേക്ക് വന്നപ്പോൾ നടന്ന സംഭവങ്ങൾ മുഴുവൻ നീ അദ്ദേഹത്തോട് പറഞ്ഞു. അങ്ങനെ എന്ത് ചെയ്യുകയാണ്, ഈ ദുഷ്ടനായിട്ടുള്ള ഈ ചണ്ടാലനെ പിടിക്കുകയാണ്. രാജഭടന്മാരെല്ലാം കൂടെ പിടിക്കുകയാണ്. അങ്ങനെ രാജാവിന്റെ മുമ്പിൽ ഹാജരാക്കുകയാണ്. അങ്ങനെ രാജാവിനോട് ഒരുപാട് ഉപദ്രവിക്കുന്ന സമയത്ത് രാജാവിനോട് ഇങ്ങനെ പറയുകയാണ്, കുഞ്ഞിനെ വധിച്ച കാര്യം പറയുകയാണ്. അപ്പൊ രാജാവ് ഒരു ശിക്ഷാവിധി ഏർപ്പെടുത്തുകയാണ്. ശിക്ഷാവിധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ശൂലത്തിനകത്ത് ഈ ചണ്ടാലനെ കൊരുത്തിടുക എന്നുള്ള ഒരു ശിക്ഷ കൊടുക്കുകയാണ്. അപ്പം ജീവനോട് കൂടിയാണ് അങ്ങനെ കൊരുത്തിടുന്നത്. അപ്പൊ ഇങ്ങനെ വേദന കൊണ്ട് ഇങ്ങനെ പെടഞ്ഞു കിടക്കും. അങ്ങനെ വേദന കൊണ്ട് പെടഞ്ഞ് ഇങ്ങനെ ശൂലത്തിൽ കിടക്കുന്ന സമയത്ത് ആ വഴിക്ക് ഒരു പുണ്യാത്മാവ് ആ വഴി കൂടെ പോവുകയാണ്. അങ്ങനെ ആ പുണ്യാത്മാവ് ഇത് കാണുകയാണ്. അപ്പൊ പേടിച്ച് ഓടുകയാണ്. ഇത് കണ്ടിട്ട് ഇങ്ങനെ ശൂലത്തിൽ ഒരാൾ കിടന്ന് പിടയുന്ന കാണുമ്പോൾ പേടിച്ച് ഓടുകയാണ് ബ്രാഹ്മണൻ. അപ്പൊ ഉടനെ തന്നെ ഈ ചണ്ടാലൻ ആ ബ്രാഹ്മണനെ പേടിക്കണ്ട, വരൂ എന്ന് പറഞ്ഞ് വിളിക്കുകയാണ്. അങ്ങനെ ഈ പുണ്യാത്മാവായിട്ടുള്ള ബ്രാഹ്മണൻ ആ ചണ്ടാലന്റെ അടുത്തേക്ക് വരികയാണ്. ഓടേണ്ട, പേടിക്കാതെ അടുത്ത് വരൂ. അദ്ദേഹം നിന്റെ അടുത്തേക്ക് വന്നപ്പോൾ നടന്ന സംഭവങ്ങൾ മുഴുവൻ നീ അദ്ദേഹത്തോട് പറഞ്ഞു. അങ്ങനെ അടുത്ത് വന്നപ്പോൾ ഈ നടന്ന സംഭവങ്ങളെല്ലാം തന്നെ ഈ ചണ്ടാലൻ അദ്ദേഹത്തോട് പറയുകയാണ്. അപ്പോ ഈ പുണ്യാത്മാവ് പറയുകയാണ്, നീ ചെയ്ത ക്രൂര പ്രവൃത്തിയുടെ ഫലമായിട്ടാണ് ദൈവം ഇത്തരം ഒരു ശിക്ഷ നൽകിയതെന്നും പറഞ്ഞു. കാശിക്ക് പോകുന്ന അദ്ദേഹം നിന്റെ വാക്കുകൾ കേൾക്കണമെന്നും നീ അപേക്ഷിച്ചു. അങ്ങനെ അദ്ദേഹത്തോട് അപേക്ഷിക്കുകയാണ്. കാശിക്ക് പോകുന്ന അദ്ദേഹം ഈ വാക്കുകൾ കേൾക്കണമെന്ന് അദ്ദേഹത്തോട് അപേക്ഷിക്കുകയാണ്. തന്റെ അത്രയും വലിയ തെറ്റുകൊണ്ടാണ് തനിക്കിങ്ങനെ സംഭവിച്ചതെന്നും അയാൾ മനസ്സിലാക്കുകയാണ്. ഗയാശ്രാദ്ധം അത്യന്തം ശ്രേഷ്ഠമാണെന്നും അതിനാൽ അദ്ദേഹം നടത്താൻ പോകുന്ന ശ്രാദ്ധത്തിന്റെ 100% ഫലം നിനക്ക് നൽകണമെന്ന് നീ അദ്ദേഹത്തോട് പറഞ്ഞിരുന്നു. ആ ജന്മത്തിൽ ഒന്നുമില്ലാത്തതിനാൽ അടുത്ത ജന്മം അത് മടക്കി നൽകാമെന്നും നീ അദ്ദേഹത്തോട് പറഞ്ഞിരുന്നു. ദയാലുവായ ആ ശിവഭക്തൻ നിന്റെ അപേക്ഷ പ്രകാരം ചെയ്യാമെന്ന് സമ്മതിച്ചു. പിന്നെയും താടങ്കൻ 5 ദിവസം ആ ശൂലത്തിൽ കിടന്നു. 6-ാം ദിവസം അവനെ കുറെ പിശാചിനികൾ വളഞ്ഞു. അവളിൽ ഒരുത്തി പറഞ്ഞു. അങ്ങനെ
ദയാലുവായ ആ ശിവഭക്തൻ നിന്റെ അപേക്ഷ പ്രകാരം ചെയ്യാമെന്ന് സമ്മതിച്ചു. അതായത് ഇതിനൊരു പ്രശ്നപരിഹാരമായിട്ടാണ് പറയുന്നത്. ഗയ എന്ന് പറയുന്ന അവിടെ പോയിട്ട് ശ്രാദ്ധം ചെയ്യണം. ഗയാശ്രാദ്ധം എന്നാണ് പറയുന്നത്. അപ്പൊ ആ ഗയാശ്രാദ്ധം തനിക്ക് വേണ്ടി ചെയ്യുമോ എന്ന് അപേക്ഷിക്കുകയാണ്. അങ്ങനെ ഈ ശ്രേഷ്ഠനായിട്ടുള്ള പുണ്യാത്മാവ് അത് ചെയ്യാമെന്ന് വാഗ്ദാനം നൽകിയിട്ട് പോവുകയാണ്. അങ്ങനെ പോയതിനു ശേഷം അവിടേക്ക് കുറെ പിശാചിനികളൊക്കെ വരികയാണ്. അപ്പൊ പിശാചിനികൾ വരുമ്പോൾ ഇയാൾ ഇങ്ങനെ ഒരു ശൂലത്തിൽ കിടക്കുന്നത് കാണുകയാണ് ഈ പിശാചിനികൾ. അങ്ങനെ ഈ പിശാചിനികൾ മൊത്തവും വന്ന് ഇദ്ദേഹത്തെ വളയുകയാണ്. എന്നിട്ട് അവളിൽ ഒരുത്തി പറയുകയാണ്, ഈ ലോകത്തിൽ എന്റെ ശാപം തീർത്തു തരാൻ കഴിവുള്ള ഒരാളെ തേടി ഞാൻ അലയുകയായിരുന്നു, പക്ഷെ ഇതുവരെ കണ്ടെത്തിയിട്ടില്ല. അത് കേട്ട് മറ്റൊരുത്തി ചോദിച്ചു, നിനക്ക് കിട്ടിയ ശാപം എന്താണ്? ആദിത്യ അവൾ പറഞ്ഞു, ഞാൻ പണ്ട് സുന്ദരിയായിരുന്നു. എന്റെ സൗന്ദര്യത്തിൽ സ്വയം അഹങ്കരിച്ചിരുന്ന ഞാൻ ഒരു വേശ്യയായി തീരുകയും ഇഷ്ടം പോലെ സുഖിക്കുകയും ചെയ്തിരുന്നു. പണത്തിന് യാതൊരു മുട്ടും എനിക്ക് അനുഭവപ്പെട്ടതേയില്ല. രാജാവിനെ പോലും ഞാൻ ഭയന്നിരുന്നില്ല. ഇപ്രകാരം അഹങ്കരിച്ചത് മൂലം എനിക്ക് ഒരാപത്ത് വന്നു ചേർന്നു. ഒരിക്കൽ തോഴിമാരോടൊത്ത് മാളികപ്പുറത്ത് ഇരുന്നു കൊണ്ട് ഞാൻ മുറുക്കി തുപ്പി. ആ തുപ്പൽ വഴിയിലൂടെ നടന്നു പോകുകയായിരുന്ന ഒരു ബ്രാഹ്മണന്റെ തലയിൽ ചെന്നു വീണു. അദ്ദേഹം മുകളിലേക്ക് നോക്കി എന്നെ ശപിച്ചു. എന്തിനും തയ്യാറായിരിക്കുന്ന അഹങ്കാരി, നീ നശിച്ചു പോകട്ടെ, നീ ഒരു പിശാചിനിയായി തീരുന്നതാണ്. ഉടൻ ഞാൻ താഴേക്ക് ഇറങ്ങി ബ്രാഹ്മണന്റെ കാൽക്കൽ വീണ് നമസ്കരിച്ചുകൊണ്ട് മാപ്പ് നൽകണമെന്ന് അപേക്ഷിച്ചു. അബദ്ധവശാൽ സംഭവിച്ചു പോയ എന്റെ ദുരാചാരം പൊറുക്കണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചു. അദ്ദേഹം പറഞ്ഞു, നീ നന്നായി വരും. കുറച്ചു കാലം നീ പിശാചിനിയായി ഭൂമിയിൽ അലഞ്ഞു തിരിഞ്ഞു നടക്കും. മനുഷ്യരാണെങ്കിലും നിന്റെ കൈക്ക് പിടിക്കുന്നതോടെ നിനക്ക് സൗഖ്യം വരും. ഇപ്രകാരം പ്രസ്താവിച്ച ശേഷം ആ ബ്രാഹ്മണൻ യാത്ര തുടർന്നു. അന്നു മുതലാണ് ഞാൻ പിശാചിനിയായി മാറിയത്. പക്ഷേ എന്നെ കാണുന്ന സകല മനുഷ്യരും ഭയന്ന് ഓടുകയാണ്. ഭാഗ്യദേവതയുടെ കൃപാകടാശം ഏൽക്കാത്തത് കൊണ്ടാണ് എന്നെ ആരും എന്റെ കൈ പിടിക്കാൻ ഒരുമ്പിടാത്തത്. എന്നെ പത്നിയായി സ്വീകരിക്കുന്ന പുരുഷന് പരമമായ സൗഭാഗ്യം ലഭിക്കുന്നതാണ്. ഇതെല്ലാം കേട്ടുകൊണ്ട് ശൂലത്തിൽ കിടന്നിരുന്ന താടങ്കൻ പറഞ്ഞു, ഹേ പിശാചിനി, വിരോധമില്ലെങ്കിൽ ഞാൻ നിന്നെ പാണിഗ്രഹണം ചെയ്യാം. എന്നാൽ ഒരു കാര്യം നീ അറിയണം, കാലപുരിക്ക് പോകാൻ തയ്യാറായി ഞാൻ ഈ ശൂലത്തിൽ കിടക്കുകയാണ്. മാത്രമല്ല ഞാനൊരു തസ്കരനും ചതിയനുമാണ്. എങ്കിലും നിനക്ക് മോചനമുണ്ടാകും. താടങ്കന്റെ വാക്കുകൾ കേട്ട അവൾ ശൂലത്തിന് മുകളിൽ കയറി. പാണിഗ്രഹത്തോടെ അവൾ പൂർവ്വസ്ഥിതി കൈവരിക്കുകയും ചെയ്തു. അതാണ് അങ്ങയുടെ പത്നിയായി തീർന്ന മന്ദാകിനി. ഹേ സിംഹധ്വജ രാജാവേ, അങ്ങാണ് താടങ്കൻ എന്ന രാക്ഷസൻ. അപ്പോ ഒരു പിശാചിനി അവിടെ വരും. അപ്പൊ ഈ പിശാചിനി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പണ്ട് ഒരു അതിസുന്ദരിയായിരുന്നു. അപ്പൊ ഈ സൗന്ദര്യത്തിൽ ഈ പിശാചിനി സൗന്ദര്യത്തിൽ ഈ സ്ത്രീ വളരെയധികം അഹങ്കരിച്ചിരുന്നു. അങ്ങനെ ഒരു വേശ്യയായി തീരുകയാണ്. അങ്ങനെ പലതരത്തിലുള്ള സുഖലോലുപതകളൊക്കെ അനുഭവിക്കുകയാണ്. അവസാനം അങ്ങനെ അനുഭവിച്ചുകൊണ്ടിങ്ങനെ മാളികയുടെ മുകളിൽ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് മുറുക്കി തുപ്പുകയാണ്. മുറുക്കി തുപ്പുമ്പോൾ ആ തുപ്പൽ ചെന്ന് അത് വീഴുന്നതെന്ന് പറയുന്ന ഒരു ബ്രാഹ്മണന്റെ തലയിലാണ്. അങ്ങനെ ആ ബ്രാഹ്മണൻ ഈ സ്ത്രീയെ ശപിക്കുകയാണ്. വലിയൊരു ശാപമാണ് കൊടുക്കുന്നത്, നീ ഒരു പിശാചിനിയായി തീരട്ടെ എന്ന് ശപിക്കുകയാണ്. അതിനുശേഷം ഇവളൊരു പിശാചിനിയായി മാറുകയാണ്. പിന്നെ ഒരു പാപമോക്ഷം ചോദിക്കുമ്പോൾ ആ ബ്രാഹ്മണൻ പറയുകയാണ്, നിന്നെ ഏതൊരു മനുഷ്യനാണോ എപ്പോഴാണോ നിന്നെ സ്പർശിക്കുന്നത് അതോടുകൂടി നിനക്ക് പഴയ പോലെ ആവാൻ സാധിക്കുന്നതാണ് എന്ന് പറയുകയാണ്. പക്ഷെ ഈ പിശാചിനെ ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുമ്പോൾ എല്ലാവരും ഈ പിശാചിനെ കണ്ട് മനുഷ്യരായാലും എല്ലാവരും പേടിച്ചോടുകയാണ് ചെയ്യുന്നത്. ആരും അവളെ സ്പർശിക്കാൻ തയ്യാറാവുകയില്ല. അപ്പോൾ ഇതെല്ലാം കേട്ടുകൊണ്ട് അവിടെ കിടക്കുന്ന ഈ ചണ്ടാളൻ പറയുകയാണ്, ഈ പിശാചിനി, വിരോധമില്ലെങ്കിൽ ഞാൻ നിന്നെ പാണിഗ്രഹണം ചെയ്യാൻ തയ്യാറാണെന്ന് പറയുകയാണ്. അങ്ങനെ ഈ പിശാചിനിയെ തൊടുകയാണ്. അതോടെ ഈ പിശാചിനിയുടെയും പാപം ഇല്ലാതാവുകയാണ്. അങ്ങനെ അവളും പൂർവ്വസ്ഥിതി കൈവരിക്കുകയാണ്. അതിനുശേഷം ഇയാളെയും പുറത്തേക്കെടുത്ത് രക്ഷിക്കുകയാണ്. അപ്പം ഇങ്ങനെയാണ് ഈ മന്ദാകിനി സിംഹധ്വജന്റെ ഭാര്യയായത്. സിംഹധ്വജൻ ഒരു രാജാവായതും ഈ മന്ദാകിനി ഭാര്യയായതും അങ്ങനെയാണ് ആ കഥ എന്നുള്ളത് ഇവിടെ പറയുകയാണ്. അങ്ങ് രാജാവായത് ഗയാശ്രാദ്ധത്തിന്റെ ഫലമായാണ്. അപ്പൊ ഇദ്ദേഹം രാജാവായതെന്ന് പറഞ്ഞാൽ ഗയാശ്രാദ്ധം, ആ പുണ്യാത്മാവ് പോയി ഗയാശ്രാദ്ധം നടത്തി. അതുകൊണ്ട് ആ ഗയാശ്രാദ്ധം നടത്തിയതിന്റെ ഫലമായിട്ടാണ് ഇദ്ദേഹം രാജാവായിട്ട് മാറിയത് എന്ന് പറയുകയാണ്. അന്ന് നിനക്ക് ഗയാശ്രാദ്ധത്തിന്റെ ഫലം തന്ന തീർത്ഥാടകൻ ഭഗവാൻ നീലകണ്ഠന്റെ തിരുസന്നിധിയിൽ വസിക്കുകയാണ്. അദ്ദേഹം ശിവകിങ്കരന്മാരിൽ ഒരുവനായിരുന്നു.
അങ്ങ് കടം വീട്ടുന്നതിനായി സകല പാപ നിവാരണിയായ പാവന ഗംഗയുടെ തീരത്തെത്തി സ്നാനം ചെയ്തു. ഇതാണ് അങ്ങയ്ക്ക് സന്താന സൗഭാഗ്യം ലഭിക്കാതെ പോയത്. അതിനാൽ അങ്ങ് ഉടനെ പോയി ഗംഗാ സ്നാനം ചെയ്യണം. അതിനുശേഷം ശ്രീ പരമേശ്വരനെ പ്രസാദിപ്പിക്കുക. തീർച്ചയായും അങ്ങയ്ക്ക് പുത്രനെ ലഭിക്കുന്നതാണ്. അവിടെ ഒരു ഗയ ശ്രാദ്ധവും മുട്ടണം. ഗംഗാസ്നാനം ഏറ്റവും ശ്രേഷ്ഠമാണ്. കാശി വിശ്വനാഥനെ ഭക്ത്യാദരങ്ങളോടെ ഭജിക്കുകയും വേണം. അവിടെ പോയി സ്നാനം ചെയ്യണമെന്ന ചിന്ത തന്നെ പാപം നശിക്കാൻ സഹായിക്കുന്നവയാണ്. ഹേ മഹാരാജൻ, ബാലകനെ വധിച്ചതിലൂടെ അങ്ങയിൽ വന്നു ചേർന്ന പാപം തീരാൻ ഗയാശ്രാദ്ധം മാത്രം മതിയാകുന്നതാണ്. അതിനാൽ അങ്ങ് ആദ്യം കാശിയിൽ പോയി തീർത്ഥ സ്നാനം നടത്തുക. കാശി വിശ്വനാഥനെ ദർശിച്ചാൽ സകല ഐശ്വര്യവും സിദ്ധമാകുന്നതാണ്. നാരദന്റെ വാക്കുകൾ രാജാവിന്റെ മനസ്സിൽ ആദിയും ഒപ്പം പാപമോചനവും നേടുവാനുള്ള ആഗ്രഹമുണ്ടാക്കി. പത്നിയായ മന്ദാരലക്ഷ്മി, സന്യാസിമാർ, ബ്രാഹ്മണർ എന്നിവരോടൊപ്പം അദ്ദേഹം കാശിയിലേക്ക് പോയി. ദുർഘടം പിടിച്ച മാർഗത്തിലൂടെയാണ് യാത്ര ചെയ്യേണ്ടതെന്ന് അറിയാമായിരുന്നതിനാൽ അമ്പ്, വില്ല് തുടങ്ങിയ ആയുധങ്ങളുമായിട്ടാണ് അവരുടെ യാത്ര. ഒരു ദിവസം മുഴുവൻ യാത്ര ചെയ്ത അവർ വിന്ധ്യാപർവ്വത സാനുക്കളിൽ എത്തിച്ചേർന്നു. അങ്ങനെ ഇവരെന്ത് ചെയ്യുകയാണ്? അപ്പം നാരദൻ പറയുകയാണ്, അങ്ങയുടെ ഇത് മാറണം, ഒരു കുഞ്ഞിന് ലഭിക്കണമെന്നുണ്ടെങ്കിൽ ഗംഗാ സ്നാനം ചെയ്യേണ്ടതാണ്. അതിനു വേണ്ടിയിട്ട് ഗംഗയിലേക്ക് പോവേണ്ടതാണെന്ന് പറയുകയാണ്. അങ്ങനെ എന്ത് ചെയ്യുകയാണ്? ഇവര് ഗംഗയിലേക്ക് പോവുകയാണ്. അപ്പം അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ സജ്ജീകരണങ്ങളും കൊണ്ടാണ് അവര് ഗംഗയിലേക്ക് പോകുന്നത്. അപ്പോൾ സമയം രാത്രിയായിരുന്നു. ക്ഷീണിതരായിത്തീർന്ന അവർ ഉറക്കം ആരംഭിച്ചു. ഈ സന്ദർഭത്തിൽ രാജസംഘം ചോരന്മാർ അവിടെ വന്നു. രാജാവിന്റെ ഒരു സംഘം ചോരന്മാർ അവിടെ വന്നു. രാജാവിന്റെ മുതലുകളെല്ലാം അവർ കൊള്ളയടിച്ചു. അവരിലെ മുഖ്യൻ മന്ദാരലക്ഷ്മിയുടെ സൗന്ദര്യത്തിൽ ആകർഷനായി അവരുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് രാജാവിനോട് പറഞ്ഞു, ഹേ മഹാരാജാവൻ, അങ്ങ് ഇത്ര മൂഢനാണെന്ന് ഞാൻ നനച്ചിരുന്നില്ല. സുന്ദരിയായ പത്നിയെയും വിപുലമായ സമ്പത്തും കൊണ്ട് ഈ രാത്രിയിൽ സുരക്ഷിതമല്ലാത്ത ഇവിടെ അങ്ങല്ലാതെ ആരെങ്കിലും തങ്ങുമോ? അന്യരുടെ ഭാര്യമാരെ തട്ടിപ്പറിക്കുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരാവേശമാണ്. പ്രമാണിയായ എന്നെ തുമ്പീരൻ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഈ പ്രവൃത്തി തുടങ്ങിയിട്ട് കാലമേറെയായി. ഇതുവരെ എന്നോട് ആരും തന്നെ എതിർക്കുവാൻ ധൈര്യപ്പെട്ടിട്ടുമില്ല. തുമ്പീരന്റെ ധീരോത്തമമായ വാക്കുകൾ രാജാവിനെ അരിശം കൊള്ളിച്ചു. അദ്ദേഹം കോപാകുലനായി പറഞ്ഞു, നിന്റെ ദുരഹങ്കാരം തീർക്കും മുമ്പ് ജീവൻ വേണമെങ്കിൽ എന്റെ പത്നിയെ വിട്ടുതരിക. അല്ലാത്ത പക്ഷം എന്റെ അമ്പേറ്റ് നിന്റെ തല തകർന്നു പോകും. സംഹാര രുദ്രനായ പ്രപഞ്ചനാഥന്റെ ഭക്തനായ സിംഹധ്വജ രാജാവാണ് ഈ പറയുന്നത് അനുസരിച്ചില്ലെങ്കിൽ നിന്നെയും നിന്റെ വംശത്തെയും മുഴുവൻ ഞാൻ സംഹരിക്കുന്നതാണ്. നീ ചെയ്തത് കടുത്ത അപരാധമാണ്. അന്യന്റെ ഭാര്യയെ മോഹിക്കുന്നത് പാപമാണെന്ന് നീ മനസ്സിലാക്കിയിട്ടില്ല അല്ലേ? അപ്പൊ അങ്ങനെ ഇവരിങ്ങനെ കാട്ടിലൂടെ പോകുന്ന സമയത്ത് ഒരിടത്ത് വിശ്രമിക്കുകയാണ്. ആ സമയത്ത് ഒരുപാട് ധനം എല്ലാം ഉള്ളത് കൊണ്ട് തന്നെ അവിടെ തുമ്പീരൻ എന്ന് പറയുന്ന ഒരു ദുഷ്ടനായിട്ടുള്ള ഒരു മോഷ്ടാവ് വരികയാണ്. അങ്ങനെ ഈ രാജാവിന്റെ എല്ലാ വിധത്തിലുള്ള സമ്പത്തുകളും ആ തുമ്പീരൻ മോഷ്ടിക്കുകയാണ്. അവസാനം തന്നെ സുന്ദരിയായിട്ടുള്ള പത്നിയുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് പത്നിയെ തട്ടിക്കൊണ്ട് പോകുമെന്നുള്ള രീതിയിൽ ഈ തുമ്പീരൻ സംസാരിക്കുകയാണ്. അപ്പൊ ഇതിൽ കോപാകുലനായിട്ടുള്ള ഈ മഹതരാജാവ് പറയുകയാണ്, ഞാൻ പ്രപഞ്ചനാഥനായിട്ടുള്ള ശിവഭഗവാന്റെ ഭക്തനാണ്. അതുകൊണ്ട് തന്നെ നീ മര്യാദയ്ക്ക് പോകുന്നതാണ് നല്ലത്, ഇല്ലെങ്കിൽ ഞാൻ നിന്നെ വധിക്കുന്നതാണ് എന്നൊക്കെ പറയുകയാണ്, സംഹരിക്കുന്നതാണെന്ന് പറയുകയാണ്. നീ ചെയ്തത് കടുത്ത അപരാധമാണ്. അന്യന്റെ ഭാര്യയെ ആഗ്രഹിക്കുന്നത് എന്ന് പറയുന്നത് പാപമാണെന്ന് നിനക്ക് മനസ്സിലാക്കിയിട്ടില്ലേ നീ എന്ന് ചോദിക്കുകയാണ്. അങ്ങനെ സിംഹധ്വജനും തുമ്പീരനും തമ്മിൽ ഉഗ്രമായ പോരാട്ടം തന്നെ നടന്നു. കോപാകുലനായ രാജാവ് ആ തസ്കര നേതാവിന്റെ നേർക്ക് അസ്ത്രം അയച്ചു. ഇങ്ങനെ ഉഗ്രമായ പോരാട്ടം നടക്കുന്നതിനിടയിൽ കോപിഷ്ഠനായ തുമ്പീരൻ സിംഹധ്വജന്റെ വില്ല് മുറിച്ചു കളഞ്ഞു. വില്ല് നഷ്ടപ്പെട്ട ഭൂപാലകൻ അധികരിച്ച കോപത്തോടെ ദ്വന്ദ്വയുദ്ധത്തിന് അടുത്തു. തുമ്പീരൻ രാജാവിനെ മർദ്ദിച്ച് അവശനാക്കിയ ശേഷം മന്ദാരലക്ഷ്മിയെയും എടുത്തുകൊണ്ട് അതിവേഗം ഓടിപ്പോയി. പത്നിയും പണവും ആയുധങ്ങളും നഷ്ടപ്പെട്ട രാജാവ് വളരെയധികം ദുഃഖിച്ചു. കരഞ്ഞുകൊണ്ട് അദ്ദേഹം തനിക്കുണ്ടായ ദുരന്തത്തെക്കുറിച്ച് ആ ഭവനത്തിലെ സന്യാസിമാരോട് പറഞ്ഞു. അപ്പോ അങ്ങനെ യുദ്ധം നടക്കുകയാണ്. ഈ തുമ്പീരനും ഈ മഹതരാജാവും തമ്മിൽ വളരെയധികം വലിയൊരു ഘോരമായിട്ടുള്ള യുദ്ധം നടക്കുകയാണ്. പക്ഷെ ഈ യുദ്ധം നടക്കുന്നതിനിടയിൽ തന്നെ ഈ തുമ്പീരൻ എന്ത് ചെയ്യുകയാണ്? ആ സുന്ദരിയായിട്ടുള്ള തന്റെ ഭാര്യയെ എടുത്തുകൊണ്ട് എവിടേക്ക് ഓടിക്കളയുകയാണ്, ഓടി രക്ഷപ്പെടുകയാണ്. അപ്പോൾ ഈ രാജാവ് ഒറ്റയ്ക്കാവുകയാണ്. തന്റെ പത്നിയെ നഷ്ടപ്പെട്ടതിൽ വളരെയധികം വേദനിക്കുകയാണ് ഈ രാജാവ്. അങ്ങനെ വളരെയധികം അദ്ദേഹം തനിക്കുണ്ടായ ദുരന്തത്തെ കുറിച്ച് ആ ഭവനത്തിലുള്ള സന്യാസിമാരോടൊക്കെ പറയുകയാണ്.
സത്യമാർഗത്തിൽ ചരിക്കുന്ന പുണ്യാത്മാക്കളെ, ഭാഗ്യദോഷത്താലാണ് ഞാൻ പോരിൽ പരാജിതനായത്. അസഹ്യമായ വേദന ശരീരം അനക്കാൻ പോലും കഴിയുന്നില്ല. സർവേശ്വരനായ ഗംഗാധരനും എന്നെ ഉപേക്ഷിച്ചിരിക്കുന്നു. ഞാനിനി ആർക്ക് വേണ്ടിയാണ് ജീവിക്കേണ്ടത്? ഗംഗാസ്നാനം നടത്താനുള്ള ആഗ്രഹം പോലും നിഷ്ഫലമായിരിക്കുന്നു. എല്ലാം കർമ്മഫലം കൊണ്ടാണ് സംഭവിച്ചത്. വേടിന്റെ കയ്യിൽ അകപ്പെട്ട ധർമ്മപത്നിയെ രക്ഷിക്കാൻ കഴിയാത്ത ഞാൻ ഇനി എന്തിനു ജീവിക്കണം? അല്ലയോ മുനീശ്വരന്മാരെ, ഞാനിനി എന്താണ് ചെയ്യേണ്ടതെന്ന് ദയവായി ഉപദേശിച്ചു തന്നാലും. ഉടുക്കാനൊരു വസ്ത്രം പോലും ഇല്ലാതായ ഞാൻ ഇനി എങ്ങനെയാണ് കാശിക്ക് പോകുന്നത്? കാശിക്കുള്ള യാത്രാവേളയിൽ തടസ്സമുണ്ടാകുമ്പോൾ മടങ്ങിപ്പോകുന്നവൻ മടയനാണ്. ഭഗവാൻ ശ്രീ ശങ്കരന് എല്ലാവർക്കും ബന്ധുവാണ്. അദ്ദേഹം തന്റെ സകല ആഗ്രഹങ്ങളും സാധിച്ചു തരും. ഇപ്രകാരം പ്രസ്താവിച്ചുകൊണ്ട് വേദന സഹിച്ച് രാജാവ് കാശിക്ക് യാത്ര തിരിച്ചു. മരത്തിന്റെ ഇല പറിച്ച് നഗ്നത മറച്ചു. വിഷാടനം കൊണ്ട് വിശപ്പ് മാറ്റി. ശിവനാമവും ഉരുക്കഴിച്ചുകൊണ്ട് നദികളും കാനനങ്ങളും കടന്ന് കാശി നഗരം ലക്ഷ്യമാക്കി അദ്ദേഹം നടന്നു. അങ്ങനെ അവസാനം രാജാവ് ഗംഗാതീരത്തെത്തി. ആനന്ദാതീരകത്താൽ മതിമറന്ന രാജാവ് ഗംഗാദേവിയെ തന്റെ കഴിവിനൊത്തു സ്തുതിച്ചു. അനന്തരം ഗംഗാതീരത്ത് ഗയാശ്രാദ്ധവും നടത്തി. ഗംഗാതീരത്തിലൂടെ നടക്കുമ്പോൾ കാശി നഗരം അദ്ദേഹത്തിന്റെ ദൃഷ്ടിക്ക് ദൃശ്യമായി. ചുവപ്പ് നിറമാർന്ന അനേകം കാഞ്ചന സൗധങ്ങളും കോട്ടകളും രത്നലിംഗങ്ങളും രത്നച്ചടവുകളും ചന്ദ്രന് തുല്യം ശോഭിക്കുന്ന വീട്ടുവാതിലുകളും രത്നഗിരികളും രത്നഗേഹങ്ങളും ഒക്കെ അദ്ദേഹം കണ്ടു. അങ്ങനെ ഈ രാജാവ് എന്ത് ചെയ്യുകയാണ്? എല്ലാം നഷ്ടപ്പെട്ടിട്ട് ഈ രാജാവ് വളരെയധികം കഷ്ടപ്പെട്ടുകൊണ്ട് മരവുരിയൊക്കെ ധരിച്ചുകൊണ്ട് എല്ലായിടത്തും ഭിക്ഷ യാചിച്ചുകൊണ്ട് ആഹാരമൊക്കെ കഴിച്ചുകൊണ്ട് ഇങ്ങനെ ഗംഗാ നദിയുടെ അടുത്തേക്ക് പോവുകയാണ്, കാശിയിലേക്ക് പോവുകയാണ്. അങ്ങനെ അവിടെ ചെല്ലുന്നതും അദ്ദേഹം ഗംഗാ നദിയിൽ സ്നാനം ചെയ്യുകയാണ്. അതോടെ അദ്ദേഹത്തിന്റെ പാപമെല്ലാം ഇല്ലാതായി തീരുകയാണ്. അതിനുശേഷം ഗംഗാതീരത്തിലൂടെ നടക്കുമ്പോൾ കാശി നഗരം അദ്ദേഹത്തിന്റെ ദൃഷ്ടിയിൽ പെടുകയാണ്. അപ്പൊ കാശി നഗരം എന്ന് പറഞ്ഞാൽ അത്രയും മനോഹരമാണ്. ചുവപ്പ് നിറമാർന്ന അനേകം കാഞ്ചന സൗധങ്ങളും കോട്ടകളും രത്നലിംഗങ്ങളും ചടവുകളും ചന്ദ്രന് തുല്യം ശോഭിക്കുന്ന വീട്ടുവാതിലുകളും രത്നഗിരികളും രത്നഗേഹങ്ങളും ഒക്കെ അദ്ദേഹം കണ്ടു. ഏറ്റവും മംഗളമായ വിശ്വനാഥ ക്ഷേത്രവും വിഷ്ണു ക്ഷേത്രവും അദ്ദേഹത്തിന് ദൃശ്യമായി. അപ്പൊ അവിടെ വളരെയധികം വലിയ സൗധങ്ങളും മാളികകളും അതുപോലെ രത്നഗിരികളും രത്നഗേഹങ്ങളും ഒക്കെ അദ്ദേഹം കാണുകയാണ്. മാത്രമല്ല മംഗളമായിട്ടുള്ള വിശ്വനാഥ ക്ഷേത്രവും വിഷ്ണു ക്ഷേത്രവും അദ്ദേഹം കാണുകയാണ്. ലക്ഷ്മി ക്ഷേത്രം, ഗോശാലകൾ, അതിനുശേഷം എന്തൊക്കെയാണ് കാണുന്നത്? ലക്ഷ്മി ക്ഷേത്രം കാണുകയാണ്, ഗോശാലകൾ കാണുകയാണ്, ഗോപാല വസതികൾ കാണുകയാണ്, അനേകം ശിവക്ഷേത്രങ്ങൾ കാണുകയാണ്. തുടങ്ങിയവയെല്ലാം കണ്ട് രാജാവ് അത്യധികം പരതന്ത്രനായി തീർന്നു. ശരീരമാഗമനം ഭസ്മലേപനം ചെയ്ത് രുദ്രാക്ഷം ധരിച്ച് സദാശിവനാമം ഉരുക്കഴിച്ചുകൊണ്ട് അനേകം ഭക്തന്മാർ അവിടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നതും അദ്ദേഹം കണ്ടു. പുലിത്തോൽ ധരിച്ച ശിവപാർഷദന്മാർ ഖഡ്വാംഗം, ശൂലം എന്നിവയോടുകൂടിയ ശിവക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുകയായിരുന്നു. ഇത്തരം ഭക്തി നിർഭരമായ രംഗങ്ങൾ കണ്ടുകൊണ്ട് രാജാവ് മന്ദം നടന്നു നീങ്ങി. അങ്ങനെ വിസ്മയകരമായ കാഴ്ചകൾ കണ്ട് നടക്കവേ ഗംഗാതീരത്ത് തേന്മാവ്, മന്ദാരം, അശോകം തുടങ്ങിയ വിശിഷ്ട മരങ്ങൾ കൊണ്ട് നിറഞ്ഞ മനോഹരമായ ഉദ്യാനത്തിൽ മന്ദാരലക്ഷ്മി കുഞ്ഞിളം കാറ്റിന്റെ തഴുകലേറ്റ് സന്തോഷവതിയായി ആരെയോ പ്രതീക്ഷിച്ചെന്ന പോലെ ഇരിക്കുന്നത് കണ്ട സിംഹധ്വജ രാജാവ് അത്ഭുത സ്തബ്ധനായി. തസ്കര നേതാവ് തട്ടിക്കൊണ്ടുപോയ തന്റെ പത്നി മന്ദാരലക്ഷ്മിയെ കണ്ടപ്പോൾ രാജാവ് ഇടിവെട്ടേറ്റതുപോലെ നിന്നുപോയി. ഇതെല്ലാം തന്റെ മനസ്സിന്റെ വിഭ്രാന്തി ആയിരിക്കുമോ എന്ന് പോലും അദ്ദേഹം സംശയിച്ചു. അദ്ദേഹം ചിന്താധീനനായി. ഭഗവാനെ, ശ്രീ ശങ്കര, ഞാൻ എന്താണ് ഈ കാണുന്നത്? തുമ്പീരന്റെ കയ്യിലകപ്പെട്ട എന്റെ പത്നിയെ അങ്ങ് എങ്ങനെയാണ് ഇവിടെ എത്തിയത്? മഹാദേവ, കാശി വിശ്വനാഥ, എന്നെ രക്ഷിക്കാൻ അവിടത്തേക്കല്ലാതെ മറ്റാർക്കാണ് കഴിയുക? എന്റെ മന്ദാരലക്ഷ്മിയെ തിരിച്ചു കിട്ടുമെന്ന് ഞാൻ ഒരിക്കലും ചിന്തിച്ചിരുന്നതേയില്ല. ഇതെല്ലാം ദേവാദിദേവനായ ശ്രീ ശങ്കരന്റെ കൃപാകടാക്ഷം കൊണ്ട് സംഭവിച്ചതാണ്. അപ്പോൾ ഇദ്ദേഹം പറയുകയാണ്, ഇദ്ദേഹം ഇങ്ങനെ ഗംഗാ സ്നാനമൊക്കെ നടന്നിട്ട് കാശി നഗരത്തിലൂടെ ഇങ്ങനെ നടന്നു വരുന്ന സമയത്ത് അവിടെ തന്റെ പത്നിയായിട്ടുള്ള മന്ദാരലക്ഷ്മി അവിടെ ഇരിക്കുകയാണ്. അതീവ സന്തുഷ്ടയായിട്ട് മന്ദാരലക്ഷ്മി അവിടെ ഇരിക്കുകയാണ്. അപ്പൊ അദ്ദേഹം മന്ദാരലക്ഷ്മിയോട് ചോദിക്കുകയാണ്, നീ തുമ്പീരന്റെ കയ്യിൽ അകപ്പെട്ടതല്ലേ, പിന്നെ നീ എങ്ങനെയാണ് ഇവിടെ എത്തപ്പെട്ടത്? എന്നിട്ട് പറയുകയാണ്, അങ്ങ് കാശി വിശ്വനാഥനായ പരമേശ്വര, അങ്ങയുടെ ലീലകൾ അത്ഭുതം തന്നെയാണ്. ഇതെല്ലാം ദേവാദിദേവനായിട്ടുള്ള ശ്രീ ശങ്കരന്റെ കൃപാകടാക്ഷം കൊണ്ടാണ് തനിക്ക് സംഭവിച്ചത് എന്ന് പറഞ്ഞ് ഈ രാജാവ് വളരെയധികം മനസ്സുകൊണ്ട് ഭഗവാനെ അത്രയധികം പ്രാർത്ഥിക്കുകയാണ്.
ഇപ്രകാരം വിസ്മയഭരിതനായി ഈശ്വരഭക്തിയിൽ മുഴുകി നിൽക്കുന്ന രാജാവിന്റെ മുന്നിൽ ശ്രീ പരമേശ്വരൻ പ്രത്യക്ഷപ്പെട്ടു. വിശ്വനാഥന് അകമ്പടി സേവിച്ചുകൊണ്ട് ജഗദീശ്വരിയായ ദേവി പാർവതിയും നാരദ മഹർഷിയും ദേവേന്ദ്രനും മറ്റു ദേവന്മാരും സന്നിഹിതരായി. ദേവി മന്ദാരലക്ഷ്മിയുടെ കൈക്ക് പിടിച്ചുകൊണ്ട് സിംഹധ്വജനെ ക്ഷണിച്ചു. ഭഗവാൻ സദാശിവന്റെയും ഗൗരീദേവിയുടെയും പാദകമലങ്ങളിൽ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് മന്നവേന്ദ്രൻ മന്ദാരലക്ഷ്മിയുടെ അടുത്തേക്ക് ചെന്നു. ദേവി അവളെ രാജാവിന് തിരിച്ചു നൽകി. ഈ സന്ദർഭത്തിൽ സിംഹധ്വജനുണ്ടായ ആനന്ദം വാക്കുകൾക്ക് അതീതമാണ്. ഭഗവാൻ ചന്ദ്രചൂഡൻ രാജാവിനോട് പറഞ്ഞു, ഹേ വത്സ സിംഹധ്വജ, എന്റെ ഭൃത്യനായ നന്ദികേശനാണ് തുമ്പീരൻ എന്ന നാമത്തിൽ വന്ന് നിന്നോട് യുദ്ധം ചെയ്തതും നിന്റെ പത്നിയെ തട്ടിക്കൊണ്ടുപോയതും. നിന്റെ മനോഭാവം അറിയേണ്ടത് നമ്മുടെ ഒരു ആവശ്യമായിരുന്നു. ഇതെല്ലാം നഷ്ടപ്പെട്ട് നീ മടങ്ങിപ്പോകുമോ അതോ എന്റെ അടുത്ത് വരുമോ എന്ന് നമുക്ക് അറിയണമായിരുന്നു. ഇതെല്ലാം തന്നെ നിന്നെ പരീക്ഷിക്കലായിരുന്നു. എന്തായാലും നമ്മുടെ പരീക്ഷണത്തിൽ നീ വിജയിച്ചിരിക്കുന്നു. അതിനാൽ നാം നിന്നിൽ സംപ്രീതനായിരിക്കുന്നു. നീ ബുദ്ധിമാനും ധൈര്യവാനുമാണ്. നിന്റെ സകല പാപങ്ങളും ഗയാശ്രാദ്ധ തർപ്പണത്തിലൂടെ നശിക്കുന്നതാണ്. മുൻപ് നിനക്ക് കടം നൽകിയ യാത്രക്കാരനും നമ്മുടെ ഭൂതഗണങ്ങളുടെ കൂട്ടത്തിലുണ്ട്. നീ പത്നിയോടൊപ്പം തിരികെ പോകുക. നിനക്ക് മംഗളമുണ്ടാകും. തീർച്ചയായും നിനക്ക് സന്താന സൗഭാഗ്യവും കൈവരുന്നതാണ്. 12000 സംവത്സരം രാജ്യം ഭരിച്ച് സുഖമായി ജീവിക്കാൻ നിനക്ക് അവസരമുണ്ടാകുന്നതാണ്. അതിനുശേഷം എന്റെ ലോകത്ത് വന്ന് വസിക്കാൻ നിനക്കും സാധിക്കുന്നതാണ്. പത്നിയോടൊപ്പം ഗംഗയിൽ സ്നാനം ചെയ്യണം. സ്നാനത്തോടൊപ്പം നിങ്ങൾ ഭവനത്തിൽ സുസമീപമുള്ള കുളത്തിൽ ചെന്ന് പൊങ്ങുന്നതായിരിക്കും. നീ മഹാഭാഗ്യവാനാണ്. സത്യത്തിലും ധാർമ്മിക കർമ്മങ്ങളിലും ഏർപ്പെട്ട് നീ ജീവിക്കണം. നിന്റെ പ്രജകളെല്ലാം നമ്മുടെ അംശമാണെന്നുള്ള കാര്യം നീ സദാ ഓർക്കേണ്ടതാണ്. നിന്റെ കർമ്മം മൂലം ആർക്കും ദുഃഖിക്കാൻ ഇടവരരുത്. ശ്രീ പരമേശ്വരന്റെ വരപ്രസാദത്തിൽ അതീവ സന്തുഷ്ടനായ സിംഹധ്വജൻ ഭഗവാനെയും ദേവിയെയും ഭക്ത്യാദരങ്ങളോടെ നമസ്കരിച്ചു. മന്ദാരലക്ഷ്മി ശ്രീ ശങ്കരനെയും ഉമാദേവിയെയും സാഷ്ടാംഗം നമസ്കരിച്ചു. ദേവിയും ഭഗവാനും അവരെ അനുഗ്രഹിച്ച ശേഷം അന്തർധാനം ചെയ്തു. അനന്തരം ഭൂതഗണങ്ങളും സിംഹധ്വജനും മന്ദാരലക്ഷ്മിയും ഗംഗാതീർത്ഥത്തിൽ സ്നാനം ചെയ്തു. അങ്ങനെ ഹര ഹര മഹാദേവ ശംഭോ മഹാദേവ. അങ്ങനെ ഭഗവാൻ പറയുകയാണ്, പരമശിവൻ പറയുകയാണ്, നിന്നെ പരീക്ഷിക്കാൻ വേണ്ടിയിട്ട് തുമ്പീരൻ എന്ന് പറഞ്ഞ ഒരു വേഷത്തിൽ വന്നത് നന്ദികേശനാണ്. നന്ദികേശനെയാണ് ഞാൻ നിന്നെ പരീക്ഷിക്കാൻ വേണ്ടിയിട്ട് അവിടെ പറഞ്ഞു വിട്ടതും നീയുമായിട്ട് യുദ്ധം ചെയ്തതും നിന്റെ പത്നിയായിട്ടുള്ള മന്ദാരലക്ഷ്മി തട്ടിക്കൊണ്ടുപോയതും ആ നന്ദികേശൻ തന്നെയാണ്. എന്നിട്ട് നീ ഇങ്ങനെയൊക്കെ സംഭവിച്ചു കഴിയുമ്പോൾ എൻ്റെ അടുത്തേക്ക് നീ വരുമോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ നിന്നെ പരീക്ഷിച്ചതാണെന്ന് പറയുകയാണ്. അങ്ങനെ എന്ത് ചെയ്യുകയാണ്, ഭഗവാന്റെ അടുത്തേക്ക് തന്നെ. എന്നിട്ടും ആ രാജാവ് വന്നതുകൊണ്ട് തന്നെ ഭഗവാൻ പറയുകയാണ്, പരമശിവൻ പറയുകയാണ്, നിനക്ക് എല്ലാവിധത്തിലുള്ള മംഗളങ്ങളും ഉണ്ടാകുന്നതാണ്. നീ നിന്റെ രാജ്യത്ത് പോയി ഒരുപാട് സംവത്സരം കാലം നിന്റെ ഭാര്യയുമായി തന്നെ ഭരണം കാഴ്ചവെക്കുന്നതാണ്. അതുപോലെ നിന്റെ പ്രജകളെല്ലാം എൻ്റെ അംശമാണെന്നുള്ള സത്യം നീ തിരിച്ചറിയുകയും വേണം. അങ്ങനെ നീ വളരെയധികം സന്തോഷത്തോടു കൂടി ജീവിക്കുന്നതാണ്. നിനക്കൊരു കുഞ്ഞും ഉണ്ടാകുന്നതാണ് എന്നുള്ള വരം പരമശിവൻ നൽകുകയാണ്. അങ്ങനെ വരം നൽകിയിട്ട് ഭഗവാൻ അന്തർധാനം ചെയ്യുകയാണ്. ഉമാദേവിയും ശ്രീ പരമേശ്വരനും അന്തർധാനം ചെയ്യുകയാണ്. ഹര ഹര മഹാദേവ ശംഭോ മഹാദേവ. ഓം നമഃ ശിവായ. ഹര ഹര മഹാദേവ. അപ്പോൾ ഇത്രയും ആണ് ഇന്നത്തെ ഇതെന്ന് പറയുന്നത്. അതിനുശേഷമുള്ള ഭഗവാന്റെ കാര്യങ്ങൾ, കുറച്ച് കാര്യങ്ങളും കൂടി ഉണ്ട്, ഫലശ്രുതിയും ഉണ്ട്. അതും കൂടി വായിക്കുമ്പോൾ നമ്മുടെ ഇന്നത്തെ ശിവപുരാണം ഇവിടെ അവസാനിക്കും. ഭഗവാന്റെ തിരുവചനം പോലെ സിംഹളദേശത്തെ കൊട്ടാരവളപ്പിലുള്ള കുളത്തിൽ അവർ ചെന്ന് പൊങ്ങുകയും ചെയ്തു. കാലം മെല്ലെ കടന്നുപോയി. സിംഹധ്വജന് സന്താന സൗഭാഗ്യം കൈവന്നു. സുന്ദരനായ ഒരു പുത്രന് രാജ്ഞി ജന്മം നൽകി. രൂപലക്ഷണങ്ങൾ കൊണ്ടും സൗന്ദര്യം കൊണ്ടും ഉത്തമനായ ഒരു പുത്രനായിരുന്നു അവൻ. മഹാരാജാവ് പുത്രന് താലധ്വജൻ എന്ന് പേരിട്ടു. വേദങ്ങളും ശാസ്ത്രങ്ങളും കുട്ടിക്കാലം മുതൽ തന്നെ അവനെ അഭ്യസിപ്പിച്ചു. ഒരു രാജ്യം ഭരിക്കാനുള്ള സകല കഴിവുകളും അവൻ ഗ്രഹിച്ചു. അസാധാരണമായ ശുദ്ധപാഠവും അവൻ അഭ്യസിച്ചു. ശ്രീ ശങ്കരനോടുള്ള ഭക്തി മൂലം അവനിൽ ഗുരുതത്വം എന്ന പുണ്യം നിലനിന്നിരുന്നതിനാൽ അവന്റെ കർമ്മങ്ങളെല്ലാം അത്യന്തം ശുഭകരമായി തീർന്നു. താലധ്വജന് ജനങ്ങളിൽ സ്നേഹം വർദ്ധിച്ചു വന്നു. ഒരു രാജാവിന് വേണ്ടതായ ഗൗരവവും എന്നാൽ കാര്യങ്ങൾ വിലയിരുത്താനും നയനത്തോടും സ്നേഹവാത്സല്യങ്ങളോടെയുള്ള പെരുമാറ്റവും ജനഹൃദയങ്ങളിൽ സ്ഥാനം പിടിക്കാൻ അവനെ അർഹനാക്കി. കുമാരനെ ദർശിക്കുന്നതും മധുരവാക്കുകൾ കേൾക്കുന്നതും ഒരു മധുരാനുഭവമായി ജനങ്ങൾക്ക് തോന്നി. കാമക്രോധാദികൾ അടങ്ങിയ ഒരു ജിതേന്ദ്രിയന്റെ മനസാന്നിധ്യം
സാന്നിധ്യവും പെരുമാറ്റവും പ്രജകൾക്ക് കുമാരനോടുള്ള ആദരവ് വർദ്ധിക്കാൻ പര്യാപ്തമായി. അങ്ങനെ സിംഹള രാജ്യത്തിന്റെ ഭാവി രാജാവ് താലധ്വജനായിരിക്കണമെന്ന ആഗ്രഹം ജനഹൃദയങ്ങളിൽ അങ്കുരിച്ചു. പുത്രന്റെ സാമർഥ്യത്തിലും സ്വഭാവത്തിലും വളരെയധികം സന്തുഷ്ടനായ സിംഹധ്വജൻ 12,000 വർഷം രാജ്യം ഭരിച്ചു. ശ്രീ പരമേശ്വരന്റെ അരുളപ്പാട് പ്രകാരം അദ്ദേഹം രാജ്യം പുത്രനെ ഏൽപ്പിച്ചിട്ട് ശിവലോകം പ്രാപിക്കുകയും ചെയ്തു. അങ്ങനെ ശിവാരാധനയുടെ ഫലമെന്നോണം അദ്ദേഹം ശാശ്വതമായ സൗഖ്യം അനുഭവിച്ച് ശിവഗണങ്ങളോടൊപ്പം വസിച്ചു. ഹര ഹര മഹാദേവ ശംഭോ മഹാദേവ. ഓം നമ ശിവായ. അങ്ങനെ ഈ മഹാരാജാവിന് ഒരു പുത്രൻ ജനിക്കുകയാണ്. അതിനുശേഷം പുത്രൻ വളരെയധികം അതിസമർത്ഥനായിട്ടുള്ള ശ്രേഷ്ഠനായിട്ടുള്ള ഒരു പുത്രനായിട്ട് തന്നെ വളരുകയാണ്. സകലവിധ കലകളിലും ആയോധന വിദ്യകളിലും എല്ലാം നിപുണനാവുകയാണ്. വളരെ തികഞ്ഞൊരു ശിവഭക്തനുമായിരുന്നു ആ പുത്രൻ. അങ്ങനെ അവസാനം പുത്രനെ രാജ്യഭരണങ്ങളെല്ലാം ഏൽപ്പിച്ചതിന് ശേഷം അവസാന സമയത്ത് ശിവലോക പ്രാപ്തി തന്നെ ഈ രാജാവിന് ലഭിക്കുകയാണ്. അങ്ങനെ രാജാവ് ശിവലോകം പ്രാപിക്കുകയാണ്. അവിടെ എത്തിയിട്ട് ശിവാരാധനയുടെ ഫലമെന്നോണം അദ്ദേഹം ശാശ്വതമായിട്ടുള്ള സൗഖ്യം അനുഭവിച്ച് ശിവഗണങ്ങളോടൊപ്പം ആ ശിവലോകത്ത് കൈലാസത്തില് വസിക്കുകയാണ്. ഹര ഹര മഹാദേവ ശംഭോ മഹാദേവ. ഓം നമ ശിവായ. ഹര ഹര മഹാദേവ. സർവം ശ്രീ മഹാദേവാർപ്പണമസ്തു. സർവം ശ്രീ കൃഷ്ണാർപ്പണമസ്തു. ഹര ഹര മഹാദേവ ശംഭോ മഹാദേവ. ഹര ഹര മഹാദേവ. അപ്പൊ ഇതാണ് നമ്മുടെ ഇന്നത്തെ ശിവപുരാണം. ശിവപുരാണത്തിന്റെ ഭാഗം 62 ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. ഇനി നമുക്ക് വായിക്കാനുള്ളതെന്ന് വെച്ചാൽ ഫലശ്രുതിയാണ്. ഫലശ്രുതിയും കൂടെ വായിച്ചു കഴിയുമ്പോഴേക്കും ക്ഷമാപണമുണ്ട്. ക്ഷമാപണവും കൂടെ വായിച്ചു കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ശിവപുരാണം ഇവിടെ അവസാനിക്കുകയാണ്. വളരെയധികം സന്തോഷമുണ്ട്. പിന്നെ നാളെ പറ്റുമെങ്കിൽ നമുക്ക് ശിവഭഗവാന്റെ ശിവസഹസ്രനാമ സ്തോത്രം കൂടി വായിക്കാം. സഹസ്രനാമം ഒരുപാടുണ്ട്. സഹസ്രനാമം ആണെങ്കിൽ വായിക്കാനായിട്ട് ഒരുപാടുണ്ട്. പിന്നെ ശ്രീ ശിവസഹസ്രനാമാവലി ഉണ്ട്. അപ്പൊ അത് ഞാൻ നിങ്ങൾക്ക് അടുത്ത പ്രാവശ്യം പറഞ്ഞുതരാം. അപ്പൊ ഇനി നമുക്ക് ഭാഗം 63 ഫലശ്രുതിയാണ്. അതുകൂടി വായിക്കാം കേട്ടോ. അത്യന്തം പരിപാവനമായ ഈ ശിവപുരാണാമൃതം പൂർത്തിയായിരിക്കുന്നു. പരബ്രഹ്മ ചൈതന്യ തത്വം കൊണ്ട് പുഷ്കലമായിരിക്കുന്ന ഈ പുരാണം വളരെ ആദരവോടും ഭക്തിയോടും കൂടി പഠിക്കുകയും കേൾക്കുകയും ചെയ്യേണ്ടതാണ്. നാസ്തികർ, ശ്രദ്ധയില്ലാത്തവർ, ഷഡൻ, ശ്രീ മഹേശ്വരനിൽ ഭക്തിയില്ലാത്തവർ, ധർമ്മധ്വജി, അജ്ഞാനി എന്നിവരോട് ഈ പാവന തത്വം ഉപദേശിക്കരുത്. ഇത് ശ്രദ്ധയോടെ ഒരു പ്രാവശ്യം കേട്ടാൽ തന്നെ സകല പാപങ്ങളും നശിക്കുന്നതാണ്. ഒരു അവിശ്വാസി ഇത് വായിക്കുകയും ഭഗവാനിൽ ഭക്തി ഉണ്ടാവാൻ പ്രാർത്ഥിക്കുകയും ചെയ്താൽ തീർച്ചയായും ഭക്തി ഉണ്ടാകും. ഈ പാവന ചരിതം 2 പ്രാവശ്യം കേട്ടാൽ ഉത്തമ ഭക്തിയും 3 പ്രാവശ്യം കേട്ടാൽ മുക്തിയും ലഭിക്കുന്നതാണ്. അതിനാൽ മുമുക്ഷുക്കൾ വീണ്ടും വീണ്ടും ഇത് കേൾക്കുകയും മറ്റ് ഭക്തന്മാരെ കേൾപ്പിക്കുകയും ചെയ്യണം. എങ്കിലും ഒരു ഉത്തമ ഫലം ലഭിക്കണമെന്ന ആഗ്രഹത്തോടും ശുദ്ധബുദ്ധിയോടും ഈ പുരാണം 5 പ്രാവശ്യം ശ്രദ്ധയോടെ പാരായണം ചെയ്താൽ തീർച്ചയായും ആഗ്രഹസിദ്ധി കൈവരുന്നതാണ്. ഇക്കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പുരാതന കാലത്ത് രാജാക്കന്മാരും ബ്രാഹ്മണോത്തമന്മാരും ശ്രേഷ്ഠ ഗുണങ്ങളുള്ള മറ്റനേകം ഭക്തന്മാരും ഈ ശിവകഥാമൃതം 7 പ്രാവശ്യം പാരായണം ചെയ്യുകയും മറ്റുള്ളവരിൽ നിന്ന് കേൾക്കുകയും ചെയ്തതിലൂടെ സാക്ഷാൽ ശിവദർശനം സാധിച്ചിട്ടുണ്ട്. ഭക്തിപരായണനായ വ്യക്തി ഇത് കേൾക്കുകയാണെങ്കിൽ അയാളും ഈ ലോകത്തിൽ സമസ്ത സുഖങ്ങളും അനുഭവിച്ച് ജീവിതാന്ത്യത്തിൽ മോക്ഷം പ്രാപിക്കുകയും ചെയ്യുന്നതാണ്. ശ്രേഷ്ഠമായ ഈ ശിവപുരാണ പീയൂഷം ത്രൈലോക്യനാഥനും പരബ്രഹ്മ സ്വരൂപനുമായ ഭഗവാൻ ശ്രീ പരമേശ്വരന് അത്യധികം പ്രിയപ്പെട്ടതാണ്. ഇത് വേദതുല്യം മാനിക്കപ്പെടേണ്ടതും സൗഖ്യവും മോക്ഷവും നൽകുന്നതും ഭക്തിഭാവത്തെ വർദ്ധിപ്പിക്കുന്നതുമാണ്. ശ്രീ ശങ്കരന്റെ പ്രഥമ ഗണങ്ങളും പുത്രന്മാരായ ശ്രീ കാർത്തികേയനും ശ്രീ മഹാഗണേശനും ജഗദംബികയായ ശ്രീ പാർവതീദേവിയും ശ്രീ പരമേശ്വരനും എല്ലാ ഭക്തർക്കും ശ്രോതാക്കൾക്കും ഈ എളിയ ദാസനും മംഗളം പ്രദാനം ചെയ്യട്ടെ. ഈ പാവനചരിതം പാരായണം ചെയ്യുന്നവർക്ക് ഭഗവാൻ ശംഭു അഷ്ടൈശ്വര്യങ്ങളും നൽകി അനുഗ്രഹിക്കാൻ പ്രാർത്ഥന ചെയ്യുന്നു. ഹര ഹര മഹാദേവ ശംഭോ മഹാദേവ. ഹര ഹര മഹാദേവ. ഇതോടുകൂടി നമ്മുടെ ശിവപുരാണം ഇവിടെ അവസാനിക്കുകയാണ്. ഇനി നമുക്ക് 64 ഭാഗം ക്ഷമാപണമാണ്. അതും കൂടി വായിക്കാം.
എന്നിട്ട് നമുക്ക് ഭഗവാനോട് മനസ്സുരുക്കി പ്രാർത്ഥിക്കാം. നമ്മുടെ എല്ലാ കാര്യങ്ങളും നടക്കാൻ വേണ്ടിയിട്ട്, നമ്മുടെ പ്രശ്നങ്ങളൊക്കെ തീരാൻ വേണ്ടിയിട്ടും, നമുക്ക് അവസാനം ഭഗവാനിലേക്ക് ആ ഒരു ഭഗവത് പ്രാപ്തി ലഭിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഭഗവാനോട് പ്രാർത്ഥിക്കാം. നമുക്ക് നമ്മുടെ കുടുംബത്തിനും നല്ലവരായിട്ടുള്ള എല്ലാവർക്കും വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഭാഗം 64 ക്ഷമാപണം. ജ്ഞാനസ്വരൂപനാം കുംഭീന്ദ്രവക്ത്രനും ത്രൈലോക്യനാഥനാം ദക്ഷിണാമൂർത്തിയും ജഗദംബികയായ പാർവതീദേവിയും വിശ്വശില്പിയായ വൈകുണ്ഠനാഥനും ആകായ്മ കൊണ്ടതിൽ പോരായ്മ വന്നിടിൽ കാരുണ്യമോടെ പൊറുത്തു രക്ഷിക്കണം. 33 ദേവഗണങ്ങളും അണ്ഡകടാഹങ്ങളിൽ നിറഞ്ഞിടുന്ന ബ്രഹ്മചൈതന്യവും ഈ ദാസൻ ചെയ്തോരു കർമ്മപ്പിഴകൾക്കു മാപ്പു നൽകിയിടണം. വൃക്ഷലതാദികൾ, പക്ഷി മൃഗാദികൾ, മാനവർ, മറ്റുള്ള ജീവജാലങ്ങളും എന്നുടെ കർമ്മത്തിൽ പിഴകളുണ്ടെന്നാകിൽ എല്ലാം പൊറുക്കുവാൻ പ്രാർത്ഥന ചെയ്യുന്നേൻ. ഓം നമഃ ശിവായ. ഓം നമഃ ശിവായ. ഹര ഹര മഹാദേവ. ശംഭോ മഹാദേവ. അപ്പോൾ ഭഗവാനോട് നമുക്ക് ഒരു നിമിഷം എല്ലാവർക്കും പ്രാർത്ഥിക്കാം. നമ്മുടെ സകല വിധത്തിലുള്ള ദുഃഖങ്ങളും ദുരിതങ്ങളും എല്ലാം മാറി നമുക്ക് ഐശ്വര്യവും സമാധാനവും എല്ലാം ഉണ്ടാവാൻ വേണ്ടിയിട്ടും, എല്ലാവരും നന്മയിലേക്ക് വരാൻ വേണ്ടിയിട്ടും, നമുക്ക് നമ്മുടെ കുടുംബത്തിനും അതുപോലെ നല്ലവരായിട്ടുള്ള സജ്ജനങ്ങൾക്കും എല്ലാവർക്കും ഭഗവാനിലെ ആ ഒരു ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവാൻ വേണ്ടിയിട്ടും, ഭഗവത് പ്രാപ്തി ലഭിക്കാൻ വേണ്ടിയിട്ടും ആ ഭഗവാനോട് നമുക്ക് മനസ്സുരുക്കി പ്രാർത്ഥിക്കാം. അതോടൊപ്പം തന്നെ നാം എന്തെങ്കിലും തെറ്റ് ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ ആ തെറ്റിന് നമുക്ക് ഭഗവാനോട് ഈ ഒരു അവസരത്തിൽ മാപ്പ് ചോദിക്കാം. ഓം നമഃ ശിവായ. ഓം കായേന വാചാ മനസ്സേന്ദ്രിയർവാ ബുദ്ധ്യാത്മനേ വാ പ്രകൃതേർ സ്വഭാവാത് കരോമി യജ്ഞിൽ സകലം പരസ്മൈ തസ്മൈ ശ്രീ മഹാദേവായ സമർപ്പയാമി. ഓം കരചരണകൃതം വാ കായജം കർമ്മജം വാ ശ്രവണനയനജം വാ മാനസം വാ പരാദം വിദിതമവിവിധം വാ സർവമേതൽ ക്ഷമസ്വ. ജയ ജയ കരുണാബ്ജേ ശ്രീ മഹാദേവ ശിവ ശംഭോ. ഹര ഹര മഹാദേവ. ശംഭോ മഹാദേവ. ഹര ഹര മഹാദേവ. അപ്പോൾ ഈ ഒരു ശിവപുരാണം വായിക്കാൻ കഴിഞ്ഞത് വളരെയധികം ഭാഗ്യമായിട്ട് കരുതുകയാണ്. കാരണം ഞാൻ ഒരുപാട് നാളായിട്ട് വിചാരിച്ച കാര്യമാണ്. ശിവപുരാണം ഞാൻ വായിക്കാൻ തുടങ്ങിയത് തൊട്ട് തന്നെ എൻ്റെ ചുറ്റിനും പ്രദേശങ്ങളിലായാൽ പോലും, പരിസരങ്ങളിലായാൽ പോലും, പുറത്തുള്ള സ്ഥലങ്ങളിലായാൽ പോലും, എൻ്റെ നാട്ടിലായാൽ പോലും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായി. അതിലൊരുപാട് നല്ല കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒരുപാട് നമുക്ക് ദുഃഖകരമായിട്ടുള്ള വാർത്തകളും കേൾക്കേണ്ടി വന്നിട്ടുണ്ട്. അപ്പം അതൊക്കെ ഞാനിതിന് മുന്നേ നിങ്ങളോട് പറഞ്ഞിട്ടുള്ള. അപ്പം ശിവപുരാണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും മഹത്വമുള്ള ഗ്രന്ഥമാണ്. ശിവഭഗവാൻ എന്ന് പറഞ്ഞാൽ അത്രയും മഹത്വമുള്ള ഭഗവാനാണ്. നമ്മൾ ചിലരൊക്കെ ശിവഭഗവാന്റെ ആ ഒരു മഹത്വം മനസ്സിലാക്കാതെ പല രീതിയിൽ ഇപ്പോൾ ചില കൃഷ്ണഭക്തരായിട്ടുള്ള ഒരു കൃഷ്ണനെ മാത്രം പൂജിച്ചുകൊണ്ട് ശിവഭഗവാനെ തള്ളിപ്പറയുന്നൊരവസ്ഥ, ഗണപതി ഭഗവാന്റെ വിഗ്രഹം എടുത്തു മാറ്റി ഇട്ട് അങ്ങനെയൊക്കെ ചെയ്തിട്ടുള്ള പലരെയും എനിക്കറിയാം. അപ്പോൾ അവരോടൊക്കെ എനിക്ക് പറയാനുള്ള ഒരേ ഒരു കാര്യം മാത്രമേ ഉള്ളൂ. നമ്മുടെ ഗുരു എന്ന് പറയുന്നതും നമ്മുടെ ഭഗവാനിലേക്ക്, ശ്രീകൃഷ്ണനിലേക്ക് നമ്മളെ എത്തിക്കണമെങ്കിൽ പോലും, നിങ്ങൾ ശ്രീകൃഷ്ണ ഭക്തരാണെങ്കിൽ ആ ശ്രീകൃഷ്ണനിലേക്ക് പോലും നമ്മളെ എത്തിക്കണമെങ്കിൽ അതിന് ഒരേ ഒരാൾക്ക് മാത്രമേ സാധിക്കുകയുള്ളത്, മഹാദേവന് മാത്രമാണ്. മഹാദേവൻ എങ്ങനെയാണോ ഒരു ശ്രീരാമന്റെ അല്ലെങ്കിൽ ശ്രീകൃഷ്ണന്റെ പരമഭക്തനായിട്ടിരിക്കുന്നത്, അതുപോലെ തന്നെയാണ് ശ്രീകൃഷ്ണനും മഹാദേവന്റെ ഏറ്റവും വലിയ പരമഭക്തനാണ്. അത് തീർച്ചയായിട്ടും എല്ലാവരും മനസ്സിലാക്കേണ്ട, അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. പക്ഷെ നമ്മുടെ ഈ സമൂഹത്തിൽ ഇപ്പോൾ വളരെ രീതിയിലുള്ള തെറ്റിദ്ധാരണകൾ, വളരെയധികം രീതിയിലുള്ള
തെറ്റുകൾ സംഭവിക്കുന്നുണ്ട്, തെറ്റിദ്ധാരണകൾ സംഭവിക്കുന്നുണ്ട്. നമ്മുടെ ഹിന്ദു സമൂഹം തന്നെ പരസ്പരം വേറിട്ട് നിൽക്കുന്ന, അല്ലെങ്കിൽ പലരും തമ്മിൽ പല രീതിയിലുള്ള തർക്കങ്ങൾ ഉണ്ടാവുന്ന ഒരു സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അതിൽ നിന്നും എല്ലാം ഒരു മാറ്റം ഉണ്ടാവാൻ വേണ്ടിയിട്ടും ശിവനും കൃഷ്ണനും, ശ്രീകൃഷ്ണനായാലും ശിവഭഗവാനായാലും വിഷ്ണു ഭഗവാനായാലും ശ്രീരാമനായാലും ശ്രീരാമചന്ദ്രനായാലും എല്ലാം ഒന്ന് തന്നെയാണ്. ആ ഒന്നിൽ നിന്ന് തന്നെയാണ് ഇതെല്ലാം ഉത്ഭവിച്ചിട്ടുള്ളതെന്നുള്ള ആ സത്യം മനസ്സിലാക്കാനും, ആ പരമമായിട്ടുള്ള സത്യം മനസ്സിലാക്കി തരാനും, അങ്ങനെ ഭഗവത് സാക്ഷാത്കാരം അത് ഏത് രൂപത്തിലേക്കായാലും ആ ഭഗവത് സാക്ഷാത്കാരം ലഭിക്കാൻ വേണ്ടിയിട്ടും കൂടിയാണ് തീർച്ചയായിട്ടും ഈ ശിവപുരാണം വായിച്ചത്. അങ്ങനെ ഒരു ലക്ഷ്യവും കൂടി ഉണ്ടായിരുന്നു. അപ്പൊ അത് എല്ലാവരും മനസ്സിലാക്കുക എന്നുള്ളതാണ്. ശിവഭഗവാൻ എന്ന് പറയുന്നത് നമ്മുടെ പരമഗുരുവാണ്, പരമാത്മാവാണ്. അപ്പോൾ ശിവനും വിഷ്ണുവും കൃഷ്ണനും ഒന്നും വേറെയല്ല, എല്ലാം ഒന്നാണ്. ഈ ഒന്നിൽ നിന്ന് തന്നെയാണ് പല രൂപങ്ങളായിട്ട് ഭഗവാൻ വന്നിട്ടുള്ളത് എന്നുള്ള ആ സത്യവും എല്ലാവരും, എല്ലാ മാനവ സമൂഹവും മനസ്സിലാക്കേണ്ടതാണ്. അതുകൊണ്ട് പരസ്പരം ഭക്തർ തമ്മിൽ ഒരു വൈരാഗ്യം മനോഭാവം ഉണ്ടാവാൻ പാടില്ല. ഭക്തരെ തമ്മിൽ പല രീതിയിൽ വഴിതെറ്റിക്കാൻ പാടില്ല. പല തെറ്റുകൾ പറഞ്ഞ് അവരെ പ്രലോഭിപ്പിക്കാൻ പാടില്ല. അപ്പൊ അതെല്ലാം മനസ്സിലാക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ശിവഭക്തര് എപ്പോഴും എല്ലാവരെയും ബഹുമാനിക്കുക, അതുപോലെ ശ്രീകൃഷ്ണ ഭക്തരായാലും എല്ലാവരെയും ബഹുമാനിക്കുക എന്നുള്ളതാണ്. അങ്ങനെ പരസ്പരം മനസ്സിലാക്കുക, രണ്ടല്ല, രണ്ടും ഒന്നാണ്, ഒന്നിൽ നിന്ന് തന്നെയാണ് എല്ലാം ഉണ്ടായിട്ടുള്ളത് എന്നുള്ള ആ ഒരു പരമമായ സത്യം നാം എന്ന് മനസ്സിലാക്കുന്നു, അന്നാണ് നമുക്ക് അവിടെ ഉയർച്ച ഉണ്ടാവുന്ന, ആ ഭഗവാന്റെ അനുഗ്രഹം നമുക്ക് ഉണ്ടാവുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും എല്ലാവരും ശിവപുരാണം വായിക്കുക, ആ ശിവപുരാണത്തിന്റെ മഹാത്മ്യം മനസ്സിലാക്കുക, ആ ശിവഭഗവാനെ മനസ്സിലാക്കുക. ശിവഭഗവാൻ അത്രയും പ്രാധാന്യമുണ്ട്, അത്രയും മഹത്വമുള്ള ഭഗവാനാണ് ശിവഭഗവാൻ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളതാണ്. ശ്രീകൃഷ്ണനെ പോലെ തന്നെ അതേപോലെ തന്നെയുള്ള മഹത്വമുള്ള ഭഗവാനാണ് ശ്രീ പരമശിവൻ എന്ന് പറയുന്നത്. ആരും താഴെയോ അല്ല, ആരും മുകളിലോ അല്ല, എല്ലാം ഒരേപോലെ തന്നെയാണ്. ഓരോരുത്തർക്കും ഓരോ ശക്തിവിശേഷങ്ങളാണ്, എല്ലാവർക്കും സമമായിട്ടുള്ള ശക്തിവിശേഷങ്ങളാണ്. ഓരോരുത്തരും ഓരോ രീതിയിലാണ് ഭഗവാനെ പ്രാർത്ഥിക്കുന്നത്. എല്ലാം ഭഗവാന്റെ തന്നെ അംശങ്ങളാണ്, ഭഗവാനിൽ നിന്ന് തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. എല്ലാം ഒന്ന് തന്നെയാണ്. ആ ഒരു തത്വം എല്ലാവരും മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഹര ഹര മഹാദേവ, ശംഭോ മഹാദേവ. ഓം നമ ശിവായ. സർവം ശ്രീ മഹാദേവാർപ്പണമസ്തു, സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഹര ഹര മഹാദേവ, ശംഭോ മഹാദേവ, ശംഭോ മഹാദേവ. ഇനി ആരൊക്കെയാ വന്നിട്ടില്ലേന്ന് നോക്കാട്ടോ. കീർത്തി പി എസ്, സഞ്ജയ്, ആകാശ്, ഗംഗാസ്, ബിബിൻ, വിനുകുമാർ, അലൻ, അൽവിൻ, റംലത്ത്, നസീം, ഐലാഷ്, ഇത്രയും പേരാണിന്ന് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പം ശിവപുരാണത്തിന്റെ അവസാന ഭാഗം എനിക്ക് വായിക്കാൻ കഴിഞ്ഞു. അപ്പോൾ ഇന്നത്തോടുകൂടി നമ്മുടെ ശിവപുരാണം ഇവിടെ അവസാനിക്കുകയാണ്. ഇനി നമുക്ക് അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭാഗം 65 ഭാഗം 65, 66 അതെല്ലാം വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന് വരുന്നതെന്ന് പറഞ്ഞാൽ ശിവസഹസ്രനാമ സ്തോത്രമാണ്. അത് നാളെ തിങ്കളാഴ്ച ദിവസമാണ്. അപ്പം നാളെ നമുക്ക് ആ ശിവസഹസ്രനാമ സ്തോത്രം വായിക്കാം. അത് കഴിഞ്ഞിട്ട് സഹസ്രനാമമുണ്ട്. സഹസ്രനാമം ഒരുപാടുണ്ട് കേട്ടോ, ഒരുപാട് സഹസ്രനാമമുണ്ട്. അത് കഴിഞ്ഞ് ശ്രീ ശിവസഹസ്രനാമാവലി ഉണ്ട് ശിവപുരാണത്തിൽ. ശിവസഹസ്രനാമാവലി എന്ന് പറയുന്നത് വായിക്കുന്നത് വളരെ ഉത്തമമാണ്. നമ്മൾ സന്ധ്യാസമയത്തൊക്കെ വിളക്ക് കത്തിച്ച് പ്രാർത്ഥിക്കുന്ന സമയത്ത് ശിവഭഗവാന്റെ ഈ ശിവസഹസ്രനാമാവലി വായിക്കുന്നത് വളരെ ഉത്തമമായിരിക്കും. അതുപോലെ ശിവഭുജംഗമുണ്ട്, വേദസാര ശിവസ്തോത്രമുണ്ട്, സുവർണമാലാസ്തുതിയുണ്ട്. അതുപോലെ ശിവപുരാണത്തിന്റെ ആ സാരാംശത്തെക്കുറിച്ച് പറയുന്ന ഒരു ഭാഗമുണ്ട്. അതിൽ ഒരുപാട് നമ്മുടെ ഇതിൽ വരുന്ന അർത്ഥങ്ങളും പ്രദോഷ മാഹാത്മ്യങ്ങളും ഒക്കെയാണ് ഉള്ളത്. പ്രദോഷ മാഹാത്മ്യത്തെക്കുറിച്ച് ഇതിൽ പറയുന്നുണ്ട്. പ്രദോഷ മാഹാത്മ്യം ചെയ്തു കഴിഞ്ഞാൽ, പ്രദോഷ വ്രതങ്ങൾ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഫലശ്രുതി എന്താണ്, ഫലം എന്താണ്, അങ്ങനെ വ്രതങ്ങളൊക്കെ എടുക്കുന്നത് കൊണ്ടുള്ള ഇതെന്താണെന്നുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ശിവരാത്രി മാഹാത്മ്യത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ശിവരാത്രി വ്രതം നമ്മൾ എടുക്കുന്നതിലൂടെ, ഉറക്കം ഒഴിച്ചൊക്കെ നമ്മൾ ശിവരാത്രി വ്രതം എടുക്കുന്നതിലൂടെയുള്ള നമ്മുടെ മാഹാത്മ്യങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഈ തപസ്, ധ്യാനം ഇങ്ങനെയുള്ളതൊക്കെ ചെയ്യുന്നതിലൂടെ നമുക്ക് ഒരുപാട്
ഗുണം ഉണ്ടാകുന്നതാണ്. നമ്മുടെ ജീവിതത്തിലായാലും നമുക്ക് ഒരുപാട് നന്മകൾ ഉണ്ടാകുന്നതാണ്. അങ്ങനെ കുറേ കാര്യങ്ങൾ ഇതിൽ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഭസ്മ മഹാത്മ്യമുണ്ട്, ശമ്പര മഹാത്മ്യം, കാശി മഹാത്മ്യം, രുദ്രാക്ഷ മഹാത്മ്യത്തെക്കുറിച്ചുണ്ട്. അപ്പം ഇങ്ങനെ കുറേ കാര്യങ്ങൾ, ഇതൊക്കെ ധരിക്കുന്നത് കൊണ്ടുള്ള, രുദ്രാക്ഷം ധരിക്കുന്നത് കൊണ്ടുള്ള കാര്യമാണ് ഞാൻ മുന്നേ പറഞ്ഞ. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ശങ്കരായ 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 മംഗളം, ശങ്കരീ മനോഹരായ ശാശ്വതായ മംഗളം, സുന്ദരേശ മംഗളം, സനാതനായ മംഗളം, ചിന്മയായ സന്മയായ തന്മയായ മംഗളം, അന്തരൂപമംഗളം, ചിരന്തനായ മംഗളം, നിരഞ്ജനായ മംഗളം, പുരഞ്ജനായ മംഗളം, അജാലയായ മംഗളം, അജലയായ മംഗളം, അകിഞ്ചനായ മംഗളം, ജഗത് ശിവായ മംഗളം, നമഃ ശിവായ മംഗളം, നമഃ ശിവായ മംഗളം, നമഃ ശിവായ മംഗളം. ഓം നമഃ ശിവായ. ഹര ഹര മഹാദേവ, ശംഭോ മഹാദേവ. ഇന്ന് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഹര ഹര മഹാദേവ. ഓം നമഃ ശിവായ.